ഗുഡ് ഈവനിങ് ടു ഓൾ. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന ഒരു അതിശക്തമായ സിദ്ധിയെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇനീഷ്യലി ഞാൻ 3 കാര്യങ്ങളാണ് ഇവിടെ പറയുക. 3 കാര്യങ്ങൾ. ആദ്യം തന്നെ എന്താണ് EFT എന്നതിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയും. രണ്ടാമതായി എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പ്രതിസന്ധികൾ ഉണ്ടാവുന്നു, വേദനകൾ ഉണ്ടാവുന്നു, അതേപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാവുന്നു, കടബാധ്യത ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള ഇഷ്യൂസിനുള്ള കാരണം എന്താണ്? നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള അത്തരത്തിലുള്ള ഒരു ഇംബാലൻസിങ്ങിനുള്ള റീസൺ എന്താണ്? ഇത് നമ്മൾ പറയും. EFT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് EFT ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള 3 പോയിന്റിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്, അവസാനം വരെ ഈ സെഷൻസ് എല്ലാവരും കേട്ടിരിക്കുക. അവസാനം വരെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് അവര് ഹാപ്പി പാർക്കിംഗ് ഓഫീസുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി പാർക്കിന്റെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അത് അവസാനം നമുക്കത് പറയാം. നിങ്ങൾ ഹാപ്പി പാർക്കിന്റെ ഓഫീസുമായിട്ട് അവസാനം ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അതേപോലെ തന്നെ എല്ലാവരും മ്യൂട്ട് ചെയ്ത് സഹകരിക്കുക. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, ടൈപ്പ് ചെയ്ത് ചോദിക്കാം. അതേപോലെ തന്നെ മൈക്ക് ഓൺ ആക്കി തരാം, ആ സമയത്തും ചോദിക്കാം. സോ ഇനീഷ്യലായി ഞാൻ ആദ്യം തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സ്ഥിരമായി പറയുന്നതാണ്. അതെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അയാളുടെ സമ്പത്തും അയാളുടെ എനർജിയും അയാളുടെ സമയവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം, ഉദാഹരണമായിട്ട് നമ്മുടെ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതോ, അതല്ലെങ്കിൽ നമുക്ക് മക്കൾക്കോ അല്ലെങ്കിൽ നമുക്കോ വേണ്ടി ഭക്ഷണത്തിനോ അതുപോലുള്ള സംഭവങ്ങൾക്കോ വേണ്ടി പണം ചെലവഴിക്കുന്നത്, ഊർജം ചെലവഴിക്കുന്നു, അതല്ല. അത്യാവശ്യം മെഡിക്കൽ, അതല്ല കാര്യം. അതെല്ലാവരും ചെയ്യും. കാരണം അബ്രഹാം മാസ്ലോയുടെ ഒരു തിയറി എല്ലാവർക്കും അറിയാം. ബേസിക് ആയിട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ ഫുഡും ഷെൽട്ടറുമാണ്. ഭക്ഷണവും അതുപോലെ തന്നെ ഷെൽട്ടറും. അതിനുശേഷം ഓരോരുത്തരുടെ ആവശ്യങ്ങൾ പിരമിഡുകൾ അങ്ങനെ കൂടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഫുഡും ഷെൽട്ടറും ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് മുകളിലുള്ള ഒരു കാര്യവും കാണുവാനോ കേൾക്കുവാനോ ഒന്നും കഴിയില്ല. ഒരു സംശയവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡ് വേണം, ഷെൽട്ടർ വേണം, നിൽക്കുവാനൊരു വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുവാനും ഒരു സംഭവം വേണം, നിൽക്കുവാൻ ഒരു സ്ഥലവും വേണം. ഇതാണ് ഏറ്റവും ആത്യന്തികമായി മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള നീഡ്സുകളൊക്കെ ഫുൾഫിൽ ചെയ്തതിനു ശേഷം, ഇപ്പോ 21ാം നൂറ്റാണ്ടിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ വളരെ കഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഒരു ഭക്ഷണത്തിന് ഗതിയില്ലാത്തവരോ അല്ലെങ്കിൽ ഒരു വീടില്ലാത്തവരോ ഒക്കെ വളരെ കുറവാണ്. സർക്കാരുകളാവട്ടെ, സന്നദ്ധ സംഘടനകളാവട്ടെ, അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റെടുത്തുകൊണ്ട് മുമ്പത്തേക്കാളും അതിശക്തമായ വളരെ പോസിറ്റീവായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പരമദരിദ്രരെ കുറിച്ചല്ല പറയുന്നത്. ഫുഡും ഷെൽട്ടറും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിച്ചിട്ട് അവന്റെ സമയവും അവന്റെ എഫേർട്ടും അവന്റെ ഊർജവും അവന്റെ പണവും അവൻ ചെലവഴിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കും ആളുകൾ, ആസ്വദിക്കുവാൻ വേണ്ടി. പ്രത്യേകിച്ച് ആസ്വദിക്കുവാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ടെൻഷനോ ഡിപ്രഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും മാനസികമായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസിനെ പരിഹരിക്കുവാൻ വേണ്ടി താൽക്കാലികമായ ഒരു ക്ഷമനത്തിന് വേണ്ടിയൊക്കെ ഒരുപക്ഷെ എന്റർടൈൻമെന്റോ മറ്റോ ഒക്കെ അതിനു വേണ്ടി സമയം ചെലവഴിക്കാം, പണവും ചെലവഴിക്കാം. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മളെല്ലാവരും ചെലവഴിക്കാറ്, ഞാനും നിങ്ങളൊക്കെ ചെലവഴിക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും രൂപത്തിലുള്ള ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ ചാരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ വേറെ ആളെ സഹായിക്കാനോ ഒക്കെ നമ്മൾ സമയവും എഫേർട്ടും ഒക്കെ ചെലവഴിക്കും. എന്നാൽ മൂന്നാമതൊന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അവനവനെ തന്നെ മാറ്റുവാനും അവനവനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുവാനും ഓരോരുത്തർക്കും ദൈവം തമ്പുരാൻ നൽകിയ ഒരു വരദാനമുണ്ട്. ജീവിക്കുവാൻ ഒരു വരദാനമുണ്ട്. ജീവിക്കുവാൻ ഒരു സ്കിൽ എല്ലാവർക്കും നൽകും, ഒരു നിപുണത എല്ലാവരും നൽകും. ഈ സ്കില്ല് വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ അവനവന്റെ ഉള്ളിലോട്ട് പോയി ഉള്ളു ശരിയാക്കുവാനും. കാരണം
ഇന്റേണൽ കൺട്രോൾ വന്നെങ്കിൽ മാത്രമേ എക്സ്റ്റേണൽ നമുക്ക് സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇന്റേണൽ നമ്മുടെ ഉള്ളിൽ സുഗന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറമേക്ക് സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവനവന്റെ ഇന്റേണൽ ആയിട്ടുള്ള റിച്ച്നെസ്സിന് വേണ്ടി എത്രത്തോളം സമയവും എഫേർട്ടും ചെലവഴിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് പരിഗണിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ ശാന്തിയും സമാധാനവും സുഖവും വരുമാനവും വളർച്ചയും ഉയർച്ചയും ഒക്കെ കിടക്കുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൂർണ്ണമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഫുഡും ഷെൽട്ടറും ബേസിക് ആയിട്ടുള്ള ഈ സംഭവത്തിന് ശേഷം അവരുടെ സമയവും അവരുടെ പണവും അധികവും ചെലവഴിക്കുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടായിരിക്കാം, വിനോദത്തിന് വേണ്ടിയിട്ടായിരിക്കാം, TV കാണാൻ വേണ്ടിയിട്ടോ, അതുപോലെ സിനിമ കാണാൻ വേണ്ടിയിട്ടോ, ടൂറ് പോകാൻ വേണ്ടിയിട്ടോ, അതുമല്ലെങ്കിൽ മദ്യം കുടിക്കുവാനോ, എന്താവട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, ഇതിനു വേണ്ടിയായിരിക്കും അധിക സമയവും പണവും ചെലവഴിക്കുന്നത്. അവര് ജീവിതത്തിൽ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എന്നാൽ അവനവന്റെ ഉള്ളിലുള്ള സ്കില്ലും അവനവന്റെ ഉള്ളിലോട്ട് പോയി അവിടെ സമൃദ്ധി നിറക്കുവാൻ അതിനുവേണ്ടി സമയവും എഫേർട്ടും ചെലവഴിക്കുന്ന ആളുകൾ ആരോ, അതിന് എത്രത്തോളം നിങ്ങളുടെ ഈ ഒരു കാൽക്കുലേഷൻ നോക്കൂ. ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷമോ കഴിയുമ്പോൾ ഒരു കാൽക്കുലേഷൻ എടുക്കുക. എത്ര ചെലവഴിച്ചു നമ്മുടെ പണവും നമ്മുടെ എഫേർട്ടും നമ്മുടെ ഊർജവും, എത്ര ചെലവഴിച്ചു നമ്മെ തന്നെ വളർത്താൻ. കാരണം ഓരോ ഇന്നുകളുമാണ് കനപ്പെട്ട ഇന്നുകളുമാണ് ഫ്യൂച്ചറായിട്ട് വരുന്നത്. കനപ്പെട്ട പ്രസന്റ് മൊമെന്റുകളാണ് കനപ്പെട്ട ഫ്യൂച്ചറുകളായിട്ട് വരുന്നത്. അല്ലല്ല, ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനം ഒരു ഫോമിലും നിലനിൽക്കുന്നില്ല. ഫ്യൂച്ചർ ഒരു ഫോമിലും നിലനിൽക്കുന്നില്ല. ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനേ ഇല്ല. ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തെ കനമുള്ളതാക്കിയാൽ, സമൃദ്ധമാക്കിയാൽ, റിച്ചാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു അതിശക്തമായ ഫ്യൂച്ചറിലോട്ടുള്ള ഒരു സ്റ്റെപ്പ് ഇന്നിന്റെ ഫ്യൂച്ചർ ഉണ്ടാക്കി. ഇങ്ങനെയുള്ള കനമുള്ള ഇന്നുകളെ നിർമ്മിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടി കനമുള്ള ഇന്നുകളെ രൂപീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം സമയവും എഫേർട്ടും ചെലവഴിക്കുന്നോ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വിജയവും പരാജയവും. ഇത് അടിയുറച്ച് വിശ്വസിക്കുക. ഇതിനു വേണ്ടി നിങ്ങൾക്ക് സമയവും എഫേർട്ടും എടുക്കുവാൻ റെഡി അല്ലെങ്കിൽ എത്ര കാലം നിങ്ങൾ പരിശ്രമിച്ചാലും ശരി, പ്രിയപ്പെട്ടവരെ, ലൈഫിൽ വിജയം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ക്യാൻ യു അഗ്രി വിത്ത് മീ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ക്യാൻ യു അഗ്രി വിത്ത് മീ മൈ ഡിയർ ഫ്രണ്ട്സ്? ഒന്ന് കൂട്ടി നോക്കൂ. നമ്മൾ സമൂഹത്തിലൊക്കെ കാണാം, ഒത്തിരി ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ കാണാം. ഈ ഇഷ്യൂസ് ഉള്ള ആളുകളൊക്കെ നിങ്ങൾ നോക്കൂ. അവരെ ശരിപ്പെടുത്തുവാൻ എത്ര സമയം ചെലവഴിക്കുന്നു, അവരെ ശരിപ്പെടുത്തുവാൻ എത്ര എഫേർട്ട് ഇടുന്നു. നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമായ എഫേർട്ടും തുച്ഛമായ സമയം, ഇതിലൊന്നും അവർക്ക് വിശ്വാസം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് വിജയത്തിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് നമ്മൾ ആമുഖമായി തന്നെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സൂമിലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വരയും കുറിയും ഒക്കെ അയക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കുമായി ബന്ധപ്പെട്ടതിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു 3 കാര്യത്തിൽ ഊന്നിയാണ് നമ്മുടെ സെഷൻ നടക്കുക. 1, എന്താണ് EFT? 2, നമ്മുടെ ശരീരവും മനസ്സും നമുക്ക് എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. 3, EFT കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരുപാട് ടൂളുകൾ പഠിച്ച ആളാണ്. 1, 2, 5, 10 ഒന്നുമല്ല, ഒരുപാട് ടൂൾസുകൾ. ലക്ഷക്കണക്കിന് രൂപ ഞാൻ എന്നിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ, 5, 10, 100 ഒന്നുമല്ല, ലക്ഷക്കണക്കിന് രൂപ ഞാൻ എന്നിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഞാൻ ഒരുപാട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ പറയാം, ഇന്ത്യക്കകത്തും പുറത്തും, കേരളത്തിന്റെ അകത്തും പുറത്തും ഒക്കെ പോയി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹൈദരാബാദിലൊക്കെ പോയിട്ട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഒരുപാട് യാതനകളും അന്നത്തെ കാലത്തൊന്നും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഇന്ന് ഓൺലൈനും സൂമും സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പതിറ്റാണ്ട് മുമ്പ്, ഒരു 10 വർഷം മുമ്പ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പഠിച്ച ടൂളുകളിൽ എന്നെ ഏറെ സ്വാധീനിക്കുകയും അതിശക്തമായി റിസൾട്ട് നൽകുകയും ചെയ്ത ഒരുപാട് ടൂൾസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയും. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, EFT ഈസ് എ സൈക്കോതെറാപ്പി. ഇതൊരു സൈക്കോതെറാപ്പിയാണ്. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ,
സൈക്കോളജിക്കലുമാണ്. അതുപോലെ തന്നെ അക്യുപ്രഷർ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇത് ഇങ്ങനെ തന്നെ പറയണം, ഇത് അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്താണ് EFT എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള, അതോടുകൂടി തന്നെ നമ്മുടെ ശരീരത്തിലെ ചില പോയിന്റുകളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തെറാപ്പിയാണ്. ഈ ഒരു ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന ഈ ഒരു തെറാപ്പിയിലൂടെ നമുക്ക് കരഗതമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ രണ്ട് കാര്യം. അത് ഞാൻ എടുത്തു തന്നെ ആദ്യം തന്നെ പറയാൻ കാരണം, എല്ലാവരും ഓരോ ബാരിക്കേഡിന്റെ ഉള്ളിലാണുള്ളത്. എല്ലാവരും ഒരു ബാരിക്കേഡിന്റെ ഉള്ളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഫലം എന്താ ചോദിക്കുകയാണെങ്കിൽ ബാരിക്കേഡ് അങ്ങ് പൊട്ടും. ഇറ്റ് വിൽ റിലീസ് our limited beliefs and unpleasant emotion. ഇതുപോലെ ഞാൻ ഇതിന് അധികം സംസാരിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു വ്യക്തിയുടെ ലിമിറ്റിംഗ് ബിലീവ്, എനിക്ക് അത്രേ പറ്റൂ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ ഇവിടുന്ന് മുന്നോട്ട് പോയാൽ ഞാൻ എന്താവും, അനിശ്ചിതത്വം, ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, ഞാൻ വിവരമില്ലാത്തവനാണ്, ഞാൻ എന്റെ കുടുംബത്തിൽ ജനിച്ച ആളാണ്, എനിക്ക് SSLC മാത്രമേ ഉള്ളൂ, ഞാനൊന്നും പറഞ്ഞാൽ ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള പരിമിതമായ അവനവനെ കുറിച്ചുള്ള വിശ്വാസം, ഈ വിശ്വാസത്തെ ഈ ഒരു തെറാപ്പിയിലൂടെ നമുക്ക് പരിപൂർണമായിട്ടും ഇല്ലാതെയാക്കുവാൻ സാധിക്കുമെന്നതാണ് ഒന്നാമത്തെ റിസൾട്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അൺപ്ലസന്റ് ആയിട്ടുള്ള ഇമോഷൻസ്. അൺപ്ലസന്റ് ആയിട്ടുള്ള ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, അത് എണ്ണിയാൽ തീരില്ല. ഈ ഇമോഷൻസുകളെല്ലാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഇമോഷൻസുകളെല്ലാമാണ് നമ്മെ ശാരീരികവും മാനസികവും സ്പിരിച്വലുമായ രൂപത്തിലുള്ള ഡൾനെസ്സിലോട്ട് കൊണ്ടുപോകുന്നു. ചില ആളുകൾക്കൊന്നും അറിയില്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അവർ അറിയില്ല. ഒരുപക്ഷെ മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ ലഭിച്ചു പോകുന്നതിന്റെ പേരിലോ ഒക്കെ ചില കാര്യങ്ങൾ നിരന്തരമായി ചെയ്യുന്ന ചില ആളുകളുണ്ട്. നിരന്തരമായി ചെയ്യുന്ന ആളുകൾ സ്പിരിച്വൽ അവയർനെസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ അൺവാണ്ടഡ് ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ക്ലെൻസ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു മാലിന്യമാണ്. എന്താ മാലിന്യം എന്ന് പറഞ്ഞാൽ? എപ്പോഴും ഒരു തരം സംഘർഷം, ഒരു തരം മാനസിക പിരിമുറുക്കം, ഈ രൂപത്തിലുള്ള ഒരു മലിനമായ അവസ്ഥയിലാണ് നമ്മുടെ മനസ്സ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിനെ ക്ലെൻസ് ചെയ്യാതെ എത്ര വലിയ വിസിതങ്ങളാവട്ടെ, എത്ര വലിയ വെളിച്ചങ്ങളാവട്ടെ ഉള്ളിലോട്ട് കയറിയാലും അത് ശുദ്ധമായ വെള്ളത്തിൽ തേൻ തുള്ളിയോ വിഷം പുരട്ടുന്നതിന്റെ ഒരു പ്രതീതിയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് EFT എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞു. ഇത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതും ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ EFT give you physical, mental and spiritual health and well-being. നമുക്ക് ശാരീരികമായും മാനസികമായും അതേപോലെ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ശാരീരികമായ അസുഖങ്ങൾ അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ഡൾനെസ് ഒക്കെ നമുക്ക് നോക്കാം. റെക്കോർഡിംഗ് തരണമെന്നാണ് പറയുന്നത് ചില ആളുകൾ. നോക്കാം നമുക്ക് കേട്ടോ. മാനസികമായിട്ടുള്ള ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യം കൊണ്ട് എനർജി ലെവൽ താഴ്ന്നു പോയ ആളുകളുണ്ട്. ഈ ആളുകൾ താഴ്ന്ന ലെവലിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഒരു 10 കിലോ ഭാരം പൊക്കാൻ പോലും ശ്രമിച്ചില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ, നമ്മുടെ തലയിൽ ഒരു 10 കിൻഡൽ വെച്ച് തന്നാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? കണക്ഷൻ കട്ടാവുന്നു എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു കണക്ഷൻ ചില ആളുകൾ മാത്രമാണ്. അപ്പോ it will give you physical, mental and spiritual health. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ about 90% of illness is coming from our mental and emotional imbalance. 90%-ലധികം പ്രശ്നങ്ങൾക്ക് കാരണം ശാരീരികവും മാനസികവുമായിട്ടുള്ള ഇംബാലൻസ് ആണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. ഇതിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി, അതാ ഞാൻ പറയുന്നത്, നമ്മുടെ സമയത്തിന്റെ, നമ്മുടെ എഫേർട്ടിന്റെ, നമ്മുടെ ഊർജത്തിന്റെ
ഒരു സിംഹഭാഗവും നമ്മൾ അല്ലെങ്കിൽ ഒരു സെർട്ടൻ പാർട്ടെങ്കിലും ഇതിനെ ക്ലൻസ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നവരായിരിക്കും ജീവിതത്തിൽ വലിയ പുരോഗതിയിലോട്ടും വിജയത്തിലോട്ടും പോവുക. നമ്മൾ വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ കിടക്കുന്നത്. ഞാന് ഒത്തിരി തെറാപ്പി നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ മാറ്റമാണ് EFT നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സമ്പൂർണമായി ക്ലെൻസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും. അതുപോലെ തന്നെ EFT പങ്കെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കൃത്യമായി പ്രവർത്തിക്കുകയുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ദിസ് ഈസ് ആർ കില്ലേഴ്സ്. ഇതാണ് നമ്മളെ വധിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്ന മാരകമായിട്ടുള്ള ഒരു എന്താ പറയുക, കീടാണു എന്ന് പറയുന്നതാണ് കില്ലേഴ്സ്. ഫിയർ, പേടി. എന്തെല്ലാം പേടി? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പേടി. സ്വന്തത്തെ പേടി, മനുഷ്യരെ പേടി, എല്ലാത്തിനും പേടി, പേടിയോട് പേടി. ഓക്കെ. അതുപോലെ തന്നെ ആങ്കർ, സ്ട്രെസ്, റിഗ്രറ്റ്, ആൻസൈറ്റി, ലിമിറ്റിംഗ് ബിലീഫ്, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, അഡിക്ഷൻസ്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒത്തിരി കാലം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതെല്ലാം നമുക്ക് ശാരീരിക അസുഖങ്ങളായിട്ട് മാറും. ഇതെല്ലാം നമുക്ക് ശാരീരികമായിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് മാറും. ഒരുപാട് കാലം നമ്മൾ ഇതേപോലെ ഭയവും ദേഷ്യവും പിരിമുറുക്കവും, ചില ആളുകൾക്ക് ഭയങ്കര റിഗ്രഷൻ ഖേദമായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് നമ്മെ ഭാവിയിലുള്ള പ്രശ്നത്തിലോട്ട് അല്ലെങ്കിൽ അസുഖങ്ങളിലോട്ട്, രോഗങ്ങളിലോട്ട് എത്തിക്കുന്നത് എന്ന് ഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. സോ പ്രിയപ്പെട്ടവരെ, EFT നിങ്ങൾക്ക് നൽകുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ വക സാധനങ്ങളിൽ നിന്നും സമ്പൂർണ്ണ മോചനമാണ്. അപ്പൊ ഒരു കാര്യം കൂടി ഇതിനിടക്ക് പറയട്ടെ. മനുഷ്യന്റെ ഇന്നത്തെ ഒരു ഇഷ്യൂ എന്താ ചോദിക്കുകയാണെങ്കിൽ ഒന്നിനെ വിശ്വാസമില്ല. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തെയും മനസ്സിനെയും വിശ്വാസമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും EFT എന്ന് പറയുന്ന സംഭവം ഓക്കെ, ചില ആളുകൾ സ്റ്റക്ക് ആവുന്നു. ഡോണ്ട് വറി, ഇതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. അങ്ങനെ സ്റ്റക്ക് ആവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് ഈ ഫിസിക്കൽ ഇഷ്യൂസും മെന്റൽ ഇഷ്യൂസും ഇത് പരസ്പരം കണക്റ്റഡ് ആണ്. ശരീരവും മനസ്സും പരസ്പരം കണക്റ്റഡ് ആണ്. ശരീരത്തിനുണ്ടാവുന്ന ഏത് ബുദ്ധിമുട്ടും അത് മനസ്സിനെയും, മനസ്സിനുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ട് അത് ശരീരത്തെയും ബാധിക്കും. ഒരു സംശയവും. ഞാൻ ഒരുപാട് ആഴത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മാജിക് മാനിഫെസ്റ്റേഷനൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾക്കറിയാം, ഒരുപാട് ഡീപ്പായിട്ട് ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും, ഈവൻ ആക്സിഡന്റ് പോലും, അപകടങ്ങൾ പോലും, അതുപോലെ ദുരന്തങ്ങൾ പോലും നമ്മുടെ ഉള്ളിൽ ഊറിക്കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളുടെയും നെഗറ്റീവായിട്ടുള്ള വേദനകളുടെയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെയും ഒക്കെ റിസൾട്ടായിട്ട് വരുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, EFT വർക്ക് ഫോർ ബോത്ത്. EFT എന്ന് പറയുന്നത് ശാരീരിക വേദനക്കും അത് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മാനസിക വേദനക്കും ഉപയോഗിക്കാം. EFT വർക്ക് ഫോർ ബോത്ത്. ഇതാണ് EFTന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ കഴിഞ്ഞ ഒരു EFTയുടെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൂയിസ് ഹൈ എന്ന് പറയുന്ന ഒരു ലേഡി. ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ്, പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് ആ പുസ്തകം മനസ്സിലെത്തി ഒരു 4 or 5 തവണ വായിച്ചതിന് ശേഷമാണ് ഇത്രയും കോൺഫിഡന്റോടുകൂടി ഞാൻ EFTയിലോട്ട് ഇറങ്ങിയത് തന്നെ. ലൂയിസ് ഹൈ എന്ന് പറയുന്ന ഒരു വനിതയെ കുറിച്ച് കഴിഞ്ഞ EFT ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് പറയുന്ന ഓരോ അസുഖങ്ങൾക്കും, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഫാമിലി ഇഷ്യൂസ്, പുറത്തുവേദന, മുട്ടുവേദന, ഇതിനൊക്കെ കാരണം ഏതൊക്കെ ഇമോഷൻസുകളാണ് എന്ന് ലൂയിസ് ഹൈ എന്ന് പറയുന്ന ആ ഒരു വനിത അവരുടെ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ബേസിലാണ് നമ്മൾ ഈ EFTയെ കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് EFT എന്താണെന്ന് ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് EFT എന്ന് ഞാൻ പറഞ്ഞു. EFT എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോ തെറാപ്പിയാണ്. അതേപോലെ തന്നെ ഒരു അക്യുപ്രഷർ ആയിട്ടുള്ള
അതായത് ബോഡിയിലെ certain പോയിന്റുകളിൽ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു തെറാപ്പിയാണ് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന കേടുകൾ, പ്രത്യേകിച്ച് മനസ്സിന്റെ കേടുകളാണ് ശരീരത്തിലോട്ട് വരുന്നത്. 90% എന്ന് ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുന്നുവെങ്കിൽ നമുക്ക് പറയുവാൻ പറ്റും 99% പ്രശ്നങ്ങൾക്കും കാരണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വൈകാരികമായിട്ടുള്ള ഇംബാലൻസിങ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു 10 വർഷമൊക്കെ ഒരേ വെറുപ്പോ വിദ്വേഷമോ സങ്കടമോ ദുഃഖമോ ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വേറെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ മുഴകളായിട്ടും ട്യൂമറുകളായിട്ടും മറ്റു അസുഖങ്ങളായിട്ടും വരും എന്നത് നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. പ്രിയപ്പെട്ടു, എത്ര ആളുകളുണ്ട്, ഞാനൊരിക്കൽ ഇപ്പോഴും ഓർക്കുന്നത്, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഡി, ഒരു 10, 65, 70 വയസ്സ് പ്രായമുള്ള ഒരു ലേഡി, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ലേഡി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു, ശാരീരിക വേദന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് വർഷം, ഒരു 10-30ഓളം വർഷം വ്യത്യസ്ത കൗൺസിലേഴ്സിനെയല്ല, ഡോക്ടേഴ്സിനെയും സൈക്കാട്രിസ്റ്റിനെയും ഒക്കെ നിരന്തരമായി കാണിച്ച് ഒരു റിസൾട്ടും കിട്ടാത്ത ഒരു ലേഡി. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഞാൻ ചികഞ്ഞു നോക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇഷ്യൂ എന്താ ചോദിക്കുകയാണെങ്കിൽ, മറ്റൊരു ലേഡിയുമായിട്ടുള്ള അടങ്ങാത്ത ഒരു പകയുണ്ടായിരുന്നു ആ ലേഡിയുടെ മനസ്സിൽ. 30 വർഷത്തോളമായി ഈ പക എന്ന് പറയുന്ന ഈ ഒരു മുള്ള് അവരുടെ ഉള്ളിൽ തറച്ച് ആഴ്ന്നിറങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉപദേശം കൊണ്ടും നിർദ്ദേശം കൊണ്ടും ഒന്നും ഈ മുള്ള് എടുത്ത് മാറ്റുവാൻ സാധ്യമല്ല. 1.5 മണിക്കൂർ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരെ ട്രീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ അത്ഭുതം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അവർക്ക് വലിയ മാറ്റം ഉണ്ടാവുകയും അവർ കംപ്ലീറ്റ്ലി റിലീസ് ആവുകയും, അതിനുശേഷം ഞാൻ പല ക്ലാസ്സുകളൊന്നും പറഞ്ഞിട്ടുണ്ട്, 1, 2, 5, 10 ഒന്നും അല്ല. എന്താണ് ആളുകൾക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടാകുവാനുള്ള കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മനസ്സ് ക്ലിയർ ആകുമ്പോൾ, മനസ്സ് ബാലൻസ്ഡ് ആകുമ്പോൾ, മനസ്സ് ശുദ്ധമാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അതോടുകൂടി ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. സോ ഞാൻ EFT എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിലോട്ട് തിരിച്ചു പോവുകയാണ്. EFT എന്ന് പറഞ്ഞാൽ ഇത് ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ഏരിയാസിനെ സ്പർശിക്കുന്നത് കൊണ്ട്, കൈകാര്യം ചെയ്യുന്നത് കൊണ്ട്, EFT കൊണ്ട് പരിഹരിക്കുവാൻ പറ്റാത്തതായ പ്രശ്നങ്ങളുടെ ലിസ്റ്റ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ശാരീരികവും മാനസികവും സ്പിരിച്വലുമായിട്ടുള്ള ഒരു 3 ലെവലാണ് ഉള്ളത്. ഒരാൾക്ക് ശാരീരികവും മാനസികവുമായിട്ട് വെൽബീങ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് സോഷ്യലി അദ്ദേഹത്തിന് അക്സെപ്റ്റൻസ് ഉണ്ടാകും. അതുകൊണ്ട് there is no limit or end. എന്തിനെല്ലാം EFT ഉപയോഗിക്കുവാൻ പറ്റും എന്നതിന് ഒരു പരിമിതിയില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വർഷങ്ങളായി എനിക്ക് അറിയുന്ന ഒരു സുഹൃത്താണ്. ഞങ്ങള് മുമ്പ് ഒരുപാട് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം വ്യത്യസ്ത ബിസിനസ്സുകൾ ചെയ്യുമായിരുന്നു. പ്രധാനമായും അദ്ദേഹത്തിന്റെ ബിസിനസ് ക്ലാസ്സുകൾ എടുക്കുക തന്നെയായിരുന്നു. PSC, UPSC, സിവിൽ സർവീസ് ക്ലാസ്സുകൾ എടുക്കുക തന്നെയായിരുന്നു. അദ്ദേഹത്തിന് എന്നും ഒരു കുറവായിരുന്നു. എല്ലാം ഉണ്ട്, പക്ഷെ ഒരു കുറവ്. എല്ലാം ഉണ്ട്, ബട്ട് ഒരു കുറവ്. EFT ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് EFT ശക്തമായി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, 4 ഭാഗത്തും ഡോറ് തുറന്നു വെച്ചതുപോലെ, പണത്തിന് പണം, അതുപോലെ തന്നെ അവസരങ്ങൾക്ക് അവസരം, ഏതൊക്കെയോ ആളുകൾ തേടി വരുന്നു, സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു. ഇതുവരെ മുമ്പെങ്ങും കാണാത്ത, മുമ്പൊന്നും കേൾക്കാത്ത ഒരുപാട് പുതിയ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ സാധിക്കുന്നു. എൻ്റെ മനസ്സങ്ങ് തുറന്നു. എന്നോട് നേർസാക്ഷ്യമായി പറഞ്ഞതാണ്. അപ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രിയപ്പെട്ടവരെ, എന്തിനും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് EFTയുടെ ഒരു മെഗാ മാജിക് എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഉദാഹരണമായിട്ട്, ഒരാൾക്ക് ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുന്നതിന് ഒരു ആൻസൈറ്റി വന്നു നോക്കുക, ഒരു ടെൻഷൻ, ഒരു ഡിപ്രഷൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇന്നലെ നമ്മൾ പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ ശക്തമായ ചില തെറാപ്പീസിലൂടെ, ശക്തമായ ചില സ്റ്റെപ്സിലൂടെ ആളുകളുടെ പേടിയൊക്കെ മാറ്റിയത് ഒരുപക്ഷെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള ആളുകൾ. എന്നാൽ
അതിനൊക്കെ പുറമെ നമ്മൾ ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അതിനു മുമ്പ് നമുക്ക് പേടിയുണ്ടെങ്കിൽ, ആൻസൈറ്റി ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് EFT എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ ശാരീരികമായ വേദന ഉണ്ടെങ്കിൽ, ശാരീരികമായ വേദന എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓക്കെ, ചെറിയ സ്ക്രീനിൽ വൃത്തിയാവുന്നില്ല, കുഴപ്പമില്ല, മൊബൈലായിട്ട് റെക്കോർഡിംഗ് കേട്ടോ. ശാരീരികമായിട്ടുള്ള വേദനകൾ, കാൽമുട്ട് വേദന. നേരത്തെ ഒരാള് ചോദിച്ചു എന്താണ് ഇഷ്യൂ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ദേഹത്തിന് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വേദനകളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും. ബാക്ക് പെയിന്, നീ പെയിന്, ജോയിന്റ് പെയിന്. അതുപോലെ തന്നെ ഏറ്റവും മാരകമായ ഒരു കാര്യമാണ് ബാഡ് ഹാബിറ്റുകൾ, ദുശ്ശീലങ്ങൾ, അഡിക്ഷൻസുകൾ. ഈ അഡിക്ഷൻസുകളൊക്കെ നമ്മുടെ വികാരത്തെ ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവർ. അതുപോലെ ചില ആളുകൾക്ക് ചിലതിൽ നിന്നും ഡിറ്റാച്ച് ആവാൻ കഴിയില്ല, അള്ളിപ്പിടിച്ചിരിക്കും. ചില ബന്ധങ്ങൾ, ചില ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ചില വ്യക്തികൾ. ഞാൻ പറയുന്നു, 100% ഉറപ്പോടുകൂടി പറയുന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അമിതമായ അറ്റാച്ച്മെന്റിൽ നിന്നും അഡിക്ഷനിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. EFTയുടെ ഒക്കെ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾക്കറിയാം അതിന്റെ ഒരു ഡീപ്നെസ് എന്താണെന്ന്. എവറിത്തിങ് നമുക്ക് ഇതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമുക്ക് ചെയ്യാം. നിങ്ങൾ ഈ കമന്റ്സിലൂടെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, മീറ്റിങ്ങിന് മുമ്പുള്ള ആൻസൈറ്റി, അതുപോലെ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, ശാരീരിക വേദന, അതുപോലെ തന്നെ മുട്ടുവേദന, ബാക്ക് പെയിൻ, ജോയിന്റ് പെയിൻ, അതുപോലെ തന്നെ ബാഡ് ഹാബിറ്റ് എന്നുള്ള റിഡക്ഷൻ, അതേപോലെ തന്നെ അഡിക്ഷൻ എന്നുള്ള റിഡക്ഷൻ, ഇതെല്ലാം EFTയിലൂടെ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത്, മനുഷ്യൻ ഉണ്ടായ അന്ന് മുതലേ മനുഷ്യന് ഒത്തിരി ഇഷ്യൂസുകളുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത തെറാപ്പികളും വ്യത്യസ്ത ടെക്നിക്കുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് മനസ്സും ശരീരവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും മുമ്പ് കാലത്തൊക്കെ ആളുകൾക്ക് മാറ്റമുണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം എന്താ ചോദിക്കുകയാണെങ്കിൽ വെറും ഉപദേശം മാത്രമായിരുന്നു, ബിഹേവിയർ. അതിനുശേഷമാണ് നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള CBT പോലുള്ള സംഭവങ്ങളൊക്കെ വന്നത്. അതേപോലെ തന്നെ അതിനുശേഷം ഏറ്റവും പുതിയതായിട്ട് വരുന്ന 2 ടെക്നിക്കുകളാണ് മൈൻഡ് റിലേറ്റിങ്ങും മൈൻഡ് റിലാക്സിങ്ങും, അല്ലെങ്കിൽ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഹീലിങ്ങും, അതേപോലെ തന്നെ എനർജി ഹീലിംഗും. ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് റാപ്പിഡ് റിസൾട്ടാണ്. എത്ര മാനസികമായിട്ട് ഇഷ്യൂ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഉപദേശം കൊടുത്താലൊക്കെ ഒരുപക്ഷെ ഒരു കുറഞ്ഞ സമയത്തേക്ക് മാറ്റം ഉണ്ടാവും. എന്നാൽ ഈ പറയപ്പെട്ട മൈൻഡ് റിലാക്സിങ്ങും എനർജി ഹീലിംഗും, ഈ 2 ടെക്നിക്സുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഓൺ ദി മൊമെന്റിൽ തന്നെ റിസൾട്ട് ഉണ്ടാവുകയും അത് തുടർന്ന് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന്റെ റിസൾട്ട് 110% അവരുടെ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുകയും പരിപൂർണമായും അത്തരത്തിലുള്ള ഇഷ്യൂസിൽ നിന്നും ഒരു വ്യക്തിക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഞാൻ ഒന്നുകൂടി പറയുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, EFT എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട മെന്റൽ അതുപോലെ തന്നെ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള തെറാപ്പിയാണ്. മെന്റൽ റിലേറ്റഡ് ആണ്, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എനർജി റിലേറ്റഡുമായിട്ടുള്ള തെറാപ്പിയാണ്. ഇത് എന്താ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ EFTയുടെ ലൈവിൽ പങ്കെടുത്ത ആളുകൾക്ക് അറിയാം, ഒരു 10ഓളം പോയിന്റ്സുകൾ ഉണ്ട് അദ്ദേഹത്തിന് ശരീരത്തിൽ. ഈ 10ഓളം പോയിന്റ്സുകൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട 7 അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. ഈ 7 അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോൺസ് റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ തന്നെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പാൻക്രിയാസ്, എല്ലാവർക്കും അറിയാം. പാൻക്രിയാസ് ഗ്രന്ഥിയെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഈ പോയിന്റ്സുകളെ, അല്ലെങ്കിൽ ഈ 10ഓളം പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള മർമ്മസ്ഥാനങ്ങളാണ്. ഈ സ്ഥാനങ്ങളിൽ
നമ്മൾ പ്രത്യേകമായ രൂപത്തിലുള്ള ടാപ്പിങ്ങിലൂടെ ആളുകളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ കെമിക്കൽസുകളെ ഇന്റേണലി അഡിക്റ്റ് ആയിട്ടുള്ള, കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ ചിന്തക്കും നമുക്ക് കെമിക്കൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ചിന്തക്കും. എനിക്ക് സാമ്പത്തികമായ ഭയങ്കര പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ പ്രയാസം ഉണ്ടാക്കുവാനുള്ള കെമിക്കലുകളെ ശരീരം നിർമ്മിക്കുന്നു. എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനാണ്. നമ്മൾ വെറുതെ പറയുന്ന വാക്കുകളാണ്. നമ്മൾ ആ രൂപത്തിൽ പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാക്കുവാനുള്ള കെമിക്കലുകളെ ശരീരം ഉണ്ടാക്കുന്നു. എന്റെ വൈഫ് ഞാൻ പറയുന്നത് കേൾക്കുന്നത് തന്നെ ഇല്ല. എന്റെ വൈഫിന് ഒരു ബോധവുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കുവാൻ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ ശരീരം കെമിക്കലുകളെ ഉണ്ടാക്കി വെക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കെമിക്കലുകൾ ശരീരത്തിൽ പ്രത്യേകമായ ചില പോയിന്റുകളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ കെമിക്കലുകളുടെ ആധിക്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ കെമിക്കലുകൾ നമ്മുടെ ബോഡിയിൽ ഫില്ലായിരിക്കുന്ന സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കെമിക്കലുകൾക്ക് എതിരായിട്ടുള്ള ഒരു കാര്യം ലൈഫിൽ സംഭവിക്കുകയില്ല. നമ്മുടെ ബോഡിയിൽ ശാരീരികമായ പ്രയാസമുണ്ടാക്കുവാനുള്ള കെമിക്കൽസുകൾ ഉണ്ടെങ്കിൽ ഈ കെമിക്കൽസുകൾ അവിടെ നിന്നും റിലീസാക്കാതെ, ഇതിനു വേണ്ടി ഒന്നും ചെയ്യാതെ ഇത് പൂർണ്ണമായിട്ടും മാറിപ്പോവുകയില്ല. നമ്മളൊരു പക്ഷേ കുറഞ്ഞ കെമിക്കൽസിന്റെ പേരുകൾ നമുക്കറിയൂ. ഒരു ഡോപമിനോ ഓക്സിറ്റോസിനോ മെലാറ്റോണിനോ അങ്ങനെയുള്ള വളരെ കുറഞ്ഞ കെമിക്കൽസുകൾ നമുക്കറിയൂ. പക്ഷെ ലക്ഷോപലക്ഷം കെമിക്കൽസുകൾ ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ കെമിക്കൽസുകളെ നമ്മൾ റിലീസ് ആകുന്നതോടുകൂടി തന്നെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ആ കെമിക്കലുകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും ഇല്ലാതെയാവും. അത് വെറുതെ പറയുന്നതല്ല. ഇവിടെ ഇപ്പൊ ഞാനൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, അനുഭവസ്ഥരോട് ഒന്ന് പറയാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പൊ എത്രയോ ആളുകൾ പറയും ഞങ്ങളുടെ ഇഷ്യൂസ് മാറി 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 മാറി. ചില ആൾക്കാർ വിചാരം സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയാ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ, ഫിനാൻഷ്യൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, അത് പ്രിയപ്പെട്ടവരെ ഫിനാൻഷ്യൽ ഇഷ്യൂവിന് അത് ഉണ്ടാക്കുന്ന കെമിക്കൽസുകൾ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പണമൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന്. എങ്ങനെ പൈസ ഉണ്ടാവും? നിങ്ങൾ EFT ചെയ്താൽ രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ ആരെങ്കിലും പൈസ കൊണ്ടുവരുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ കെമിക്കൽസുകൾ പോയി കഴിഞ്ഞാൽ, സാമ്പത്തികമായ പ്രയാസം എന്ന് പറയുന്ന അത് നിങ്ങളിലോട്ട് വരുത്തി തീർക്കുന്ന കെമിക്കൽസുകൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, പണം നിങ്ങളിലോട്ട് വരുവാൻ ആവശ്യമായ ആശയങ്ങളും പണം നമ്മിലോട്ട് വരുവാൻ ആവശ്യമായ വ്യക്തികളും പണം നമ്മിലോട്ട് ഒഴുകുവാൻ ആവശ്യമായ സാഹചര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മിലോട്ട് വരും. ഒരുപക്ഷെ ചില ആശയങ്ങളായിരിക്കാം. ഇപ്പൊ നമ്മളൊരു ഇസ്രായേലി ബാലനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഇസ്രായേലി ബാലൻ കോടീശ്വരനാവണം എന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു ബാലൻ, അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിന്റെ പിന്നിൽ നിന്നും AC-യിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉച്ചു വീഴുന്നു കണ്ടു. AC-യിൽ നിന്നും വെള്ളം ഉച്ചു വീഴുന്നു. ഇപ്പൊ ഈ AC-യിൽ നിന്ന് വെള്ളം ഉച്ചു വീണപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു ആശയം. എന്താണ് ആശയം? AC-യിൽ നിന്നും വെള്ളം ഉച്ചു വീഴുന്ന ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് വായുവിൽ നിന്നും വെള്ളം ഉണ്ടാക്കിയിട്ട് ഇത് പട്ടാളക്കാർക്കും മറ്റുമൊക്കെ കുടിക്കാൻ കൊടുത്തുകൂടാ? ഒരാശയം കൊള്ളിയാൽ മിന്നി. അത് അദ്ദേഹം നടപ്പിൽ വരുത്തുകയും അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ അതിന്റെ പാറ്റേൺ എടുക്കുകയും ചെയ്തു. അവിടെയൊക്കെ പോയി പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് എല്ലായിടത്തും അംഗീകൃതമാണ്. പിന്നെ വേറെ ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. കോടികൾ ഉണ്ടാക്കി. അപ്പൊ ദൈവം എങ്ങനെയാണ് നമുക്ക് പണം കൊണ്ടുവരുന്നത്? ആശയങ്ങളുടെ രൂപത്തിലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് പണം കൊണ്ടുവരുന്നത്. ഇപ്പൊ ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഈ ട്രെയിനിങ് ഒക്കെ തുടക്കത്തില് ഞാനൊരു ട്രെയിനിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങില് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഒരു ലോക്കലായിട്ട് ഇങ്ങനെ നടന്നിട്ട് സ്കൂളുകളിലും മറ്റുമൊക്കെ പോയിട്ട് ഒരു ട്രെയിനർ ആവണ്ട.
എനിക്ക് വിദേശ രാജ്യങ്ങളിൽ പോകണം, 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയിട്ട് ട്രെയിനിങ് എടുക്കണം. ഇതായിരുന്നു സ്റ്റാർട്ടിങ്ങിലേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാധാരണ ഒരു ചെറിയ അങ്ങനെ എനിക്ക് ആ താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് ഒരു ദിവസം എറണാകുളത്ത് ഒരു പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു. ഞാനിന്ന് കോഴിക്കോടാണ്, എൻ്റെ വാഹനം കാറ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രെയിനിൽ പോയതായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ കോഴിക്കോടാണ്, എൻ്റെ വീട്, നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഓടി കാറിൽ ഞങ്ങൾ കയറി കോഴിക്കോട് വരെ ഡ്രൈവ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ട്രെയിനിങ്ങിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓഫീസിലെ സ്റ്റാഫിന് ഒരു സെയിൽസ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സെയിൽസ് ട്രെയിനിങ് കൊടുത്തു. അതിനുശേഷം എനിക്ക് വിദേശത്തോട് പോകുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ചിന്തക്കനുസരിച്ച് നമ്മിലോട്ട് സംഭവങ്ങൾ വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മിലോട്ട് ഒരു ഐശ്വര്യത്തിന്റെ കെമിക്കൽസുകൾ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സമൃദ്ധിയുടെ കെമിക്കൽസുകൾ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മിലോട്ട് വരുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളായിരിക്കാം. ഈ തെറ്റുകൾ വേറൊരാൾ തിരുത്തി തരുന്നതായിരിക്കാം. നമ്മുടെ ദ സീക്രട്ട് എന്ന പുസ്തകം ലോക പ്രശസ്തമാണ്, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ആ പുസ്തകം. അത് വായിക്കാത്തവർ വായിക്കണം. അതിൽ ആ ലേഡി പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവർക്ക് കൊള്ളിയാൽ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് ഈ ഒരു കോട്ട് കിട്ടിയത്. രഹസ്യം, അതാണ് രഹസ്യം. അതിലോട്ടങ്ങ് എനർജി ഫോക്കസ് ചെയ്തപ്പോ അവര് പറയുന്നത്, ഞാൻ ഇന്റർനെറ്റിൽ തെരയുമ്പോ അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ മാത്രം വരുന്നു. ഞാൻ റോഡിലൂടെ പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്ന അതേ ആളുകൾ എന്റെ മുമ്പിൽ വരുന്നു. ഒത്തിരി ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും ദ സീക്രട്ട് എന്ന പുസ്തകം. ഇതാണ് നമ്മുടെ ഉള്ളു മാറുമ്പോ, നമ്മുടെ ഇന്റേണൽ വേൾഡ് മാറുമ്പോ പുറത്ത് സംഭവിക്കുന്ന മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏക പണി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഇന്റേണൽ വേൾഡ് കെമിക്കൽസുകളെല്ലാം മോശമായിരിക്കാം, സാമ്പത്തികമായ പ്രയാസം, ശാരീരികമായ വേദന, കുടുംബ കലഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി, ഉദാഹരണമായി നമ്മുടെ ഉള്ളിൽ ഈ രൂപത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കെമിക്കൽസ് ഉള്ളത് എങ്കിൽ, നമ്മുടെ സുഹൃത്തിന് നമ്മളോട് നന്നാവണം, അല്ലെങ്കിൽ നല്ല നിലക്ക് നിൽക്കണം എന്ന് വിചാരിച്ചാൽ പോലും അയാൾക്ക് നമ്മളോട് നല്ല നിലക്ക് നിൽക്കാൻ തോന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കാരണം നമ്മുടെ ഉള്ളിൽ ഈ കെമിക്കൽസ് ഉണ്ടാകുമ്പോൾ അത് പുറത്തോട്ട് അതിന്റെ ബഹിസ്ഫുരണം ഉണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതിനെ റിലീസ് ചെയ്യിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, പ്രധാനമായി മനുഷ്യന്റെ 3 ബാരിക്കേഡ്സ് ആ മനുഷ്യനുള്ളത്. ദർ ആർ 3 ബാരിക്കേഡ്സ്, 3 ബാരിക്കേഡ്സ്. ഈ ബാരിക്കേഡ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് ഫീലിംഗ് ഒരു ബാരിക്കേഡ്സ് ആണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ടെൻഷൻ ആവുകയോ, വിഷമം ഉണ്ടാവുകയോ, പ്രയാസം ഉണ്ടാവുകയോ, സങ്കടം ഉണ്ടാവുകയോ, ദുഃഖം ഉണ്ടാവുകയോ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വല്ല ഫീലിംഗും വന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ആ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അത് അങ്ങ് അവോയ്ഡ് ചെയ്യും. അത് മറക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഏതെങ്കിലും രൂപത്തിൽ എന്റർടൈൻമെന്റോ മറ്റോ ഒക്കെ ഉപയോഗിച്ച് അതിനങ്ങ് അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ മൈൻഡ് ചെയ്യില്ല, അത് വൈകി പോട്ടെ, മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ട്. അതല്ലെങ്കിൽ അതിന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യുന്ന എന്താ ചോദിക്കുകയാണെങ്കിൽ, നീ എന്നെ ദേഷ്യം പിടിച്ചു, നീ എന്നെ അങ്ങനെയാക്കി എന്ന് പറഞ്ഞ് ഇത് മറ്റൊരാളുടെ ദേഹത്ത് പോയി പ്രൊജക്ട് ചെയ്യും, ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇതിലൊന്നും ഒരു വകുപ്പും ഇല്ലെങ്കിൽ ഈ ഫീലിംഗ് നമ്മൾ കടിച്ചിറക്കി, സപ്രസ് ചെയ്ത്, അടിച്ചമർത്തി അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇത് വല്ലാത്തൊരു ബാരിക്കേഡ്സ് ആണ് പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യന്റെ ലൈഫില് എടുത്തെറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ മുറിച്ചെറിയാൻ പറ്റാത്ത ഒരു ബാരിക്കേഡ്സ് ആണ്. ഈ രൂപത്തിൽ ഫീലിങ്ങുകളെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം
ഇത് കൂട്ടിവെച്ച് ഇവനേക്കാളും അല്ലെങ്കിൽ ഇവളെക്കാളും ഈ സംഭവം അങ്ങ് വലുതാകുമ്പോൾ പ്രിയപ്പെട്ടവരെ അവസാനം എല്ലാം കയ്യിന്ന് പോകും. അപ്പൊ ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ബാരിക്കേഡ്സ് മനുഷ്യനുണ്ട്. അതുപോലെ തന്നെ തിങ്കിങ് എന്ന് പറയുന്ന മറ്റൊരു ബാരിക്കേഡ്സ് മനുഷ്യനുണ്ട്. തിങ്കിങ്ങിന്റെ ബാരിക്കേഡ്സ് എന്താ ചോദിക്കുകയാണെങ്കിൽ 3 കാര്യമാണ് തിങ്കിങ്ങിനോട് സംഭവിക്കുന്നത്. ഒന്ന്, ചിന്ത അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ആവശ്യമില്ലാത്തതിലൂടെയും നമ്മെ വഹിച്ചിങ്ങനെ കൊണ്ടുപോകുന്നു. നമ്മൾ അവിടെ ഇരിക്കുന്നു, നമുക്ക് ഗുണമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. എവിടെ പോകുന്നു, എന്താകുന്നു, ഒരു പിടുത്തമില്ല. ചിന്തയുടെ ഈ ഒരു ബാരിക്കേഡ്സ് അല്ലെങ്കിൽ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പുരോഗതിയെ ചെറുതായ രൂപത്തിലൊന്നും അല്ല ബാധിക്കുന്നത്. അതുപോലെ തന്നെ ചിന്തയുടെ രണ്ടാമത്തെ ബാരിക്കേഡ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കാതിരിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ അനിയന്ത്രിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഉദാഹരണമായിട്ട് ഒരു കാര്യം ചിന്തിക്കുന്നു, ആ ചിന്തിക്കുന്ന സമയത്ത് ഒരു വൈകാരികത ഉണ്ടാവുന്നു, ഇമോഷൻ ഉണ്ടാവുന്നു. ഈ വൈകാരികത വേറൊരു ചിന്തയുമായി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വൈകാരികത വേറെ കൂടുന്നു. അപ്പൊ വേറെ ചിന്ത വരുന്നു. ആ ചിന്തയും ഈ വൈകാരികതയും കൂടി വേറൊരു ഇമോഷനുമായി കണക്റ്റഡ് ആയിരിക്കും. അതിന്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ട്രാപ്പ് അതിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് കുരുങ്ങി നിൽക്കുന്നു. ഇതാണ് ചിന്തയുടെ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് വല്ലാത്തൊരു ബാരിക്കേഡായിട്ട് മനുഷ്യനെ ബാധിച്ചിരിക്കുന്നു. മൂന്നാമത്തെ പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ 2 ഇഷ്യൂ, ചിന്തയുടെയും ഫീലിംഗിന്റെയും ഈ 2 ബാരിക്കേഡ്സുകളും ഉള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഈ പ്രസന്റ് മൊമെന്റ് നിൽക്കുവാൻ സാധിക്കാതിരിക്കുക. കാരണം പ്രസന്റ് മൊമെന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഞാനിപ്പോ ചിന്തിക്കുകയാണ്, എനിക്ക് +2 കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു എൻട്രൻസിന് പോയിട്ട് ഡോക്ടർ ആവാമായിരുന്നു. നടക്കുന്ന കാര്യമല്ല, കഴിഞ്ഞു. എന്റെ കൈവശമുള്ളത് ഇന്ന് ഈ ഒരു നിമിഷം മാത്രമാണ്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ എനിക്ക് ഭാവി ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ നിൽക്കുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട്? ഫീലിംഗും തിങ്കിങ്ങും ഇത് രണ്ടും 2 വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അൺഹെൽത്തി ആയിട്ടുള്ള വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രസന്റ് നിൽക്കുവാൻ സാധിക്കുന്നില്ല. ഈ പ്രസന്റ് നിൽക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവനാവട്ടെ അവളാവട്ടെ അവർക്ക് സമൃദ്ധമായിട്ടുള്ള അർത്ഥസമ്പൂർണമായിട്ടുള്ള ജീവിതം അവരുടെ കൈവിൽ നിന്നും വിട്ടുപോകുന്നു, കൈമോശം വന്നു പോകുന്നു. ഇതല്ലേ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഒരു പച്ചയായ സത്യം? ഒന്ന് ടൈപ്പ് ചെയ്ത് യെസ് ഓർ നോ. എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഈ 3 ബാരിക്കേഡ്സുകളല്ലേ മനുഷ്യന്റെ ലൈഫിൽ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും ശക്തമായ പ്രോബ്ലംസ്. ഒന്ന് ടൈപ്പ് ചെയ്ത് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഓക്കെ, താങ്ക് യു. പ്ലീസ് ടൈപ്പ്. എല്ലാവരും ടൈപ്പ് ചെയ്ത് യെസ് 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 യെസ്. സോ ഈ ബാരിക്കേഡ്സുകളെ നമുക്ക് പൊട്ടിച്ചെറിയുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ ബാരിക്കേഡ്സിനെ പൊട്ടിച്ചെറിയാൻ സാധിക്കും. അതാണ് നമ്മുടെ രസം, അതാണ് നമ്മുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. ഈ ഫീലിങ്സിന്റെയും ഈ ചിന്തയുടെയും അതുപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും ഇംബാലൻസ് നിമിത്തം ഈ നിമിഷം നിൽക്കുവാൻ സാധിക്കാതിരിക്കുന്നതിന്റെയും ഈ ഒരു ദുരന്ത ഫലം ഇത് ഒഴിവാക്കി ഫീലിങ്സിനെയും ചിന്തയെയും ഈ പ്രസന്റ് മൊമെന്റിലോട്ട് കൊണ്ടുവരുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഇഷ്യൂസും, പ്രധാനമായിട്ട് ക്രോണിക് പെയിൻ, ഇവിടെ വേദന, ഡിപ്രഷൻ, OCD, സൈക്കോളജിക്കൽ സിംറ്റംസ്, ജനറൽ ഡിസോർഡേഴ്സ്. ചില ആളുകൾ ജനറൽ ആയിട്ട് ഒത്തിരി ഡിസോർഡേഴ്സുകൾ ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോഷ്യൽ ഡിസോർഡേഴ്സ്, വേദന, അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, ഇങ്ങനെയുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഇത്രയും നേരം സംസാരിച്ചത് എന്താ ചോദിക്കുകയാണെങ്കിൽ EFT കുറിച്ചാണ്. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കും അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു തെറാപ്പി കൂടിയുണ്ട്, അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി എന്ന് പറയും. ഈ 2 മൊഡ്യൂൾസുകളും അല്ലെങ്കിൽ ഈ 2 അതിശക്തമായിട്ടുള്ള തെറാപ്പികളെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു മാസം നടക്കുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ഈ സംഭവം കേട്ടിട്ടുണ്ടാവും. ഒരു 1 മന്ത് കോഴ്സ്. ഈ ഒരു 1 മന്ത് കോഴ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഈ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടോ കണ്ടിട്ടോ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഇത് ഒരു പ്രൊഫഷണൽ ആയി തന്നെ പഠിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, നമ്മൾ എറണാകുളത്ത് ഒരു പ്രോഗ്രാം നടത്തിയ സമയത്ത് പലരും ഇത് നമ്മൾ കേട്ടതാണ്, അറിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് അതിന്റെ ആഴത്തിലോട്ട് പോയപ്പോ അവർക്ക് തിരിച്ചറിവ് കിട്ടി, ഞങ്ങൾ അറിഞ്ഞതും പഠിച്ചതൊന്നും അല്ല ഈ സംഭവം, ഇത് ലെവല് വേറെയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷമാണ് അവർക്ക് വലിയ മാറ്റം ഉണ്ടായതായി. അവർ തന്നെ ഇപ്പോൾ വേണമെങ്കിൽ സാക്ഷ്യപ്പെടും, സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, EFT എന്ന് പറയുന്ന ഈ ശക്തമായ ടൂളും അതുപോലെ തന്നെ ഞാൻ മുകളിൽ പറഞ്ഞ 3 ബാരിക്കേഡ്സ്, ഇത് വല്ലാത്തൊരു തെറാപ്പിയാണ്. അത് ശക്തമായ തെറാപ്പിയാണ്. ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഞാൻ നിങ്ങൾ ഒരു കാര്യം പറയുന്നു, ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് സമാധാനം കിട്ടിത്തുള്ളൂ. ഇത് ഫുള്ളായിട്ട് തീരണ്ട. ഫസ്റ്റ് ഡേ 1 ഈ തെറാപ്പി, ഇത് തെറാപ്പി എന്ന് പറയുമ്പോൾ, വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇത് അതിൻ്റെതായ രൂപത്തിൽ ചെയ്യണം. അതിൻ്റെതായ മട്ടും ഭാവവും ഒക്കെ അതിന് വേണം. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, EFT എന്ന് പറയുന്നത് നിങ്ങളൊരു പക്ഷേ ലൈവിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഓൺലൈനിൽ ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ട്, നമ്മൾ ഓഫ്ലൈനിൽ ഞാൻ കേട്ടിട്ടുണ്ടാവും, ആ EFTയിലൂടെ ഞാൻ എത്തിക്കുന്ന ആ ഒരു രൂപം വേറെ രൂപമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഓൺലൈനിൽ EFT ആദ്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾ തീർച്ചയായിട്ടും 1 മാസത്തെ കോഴ്സാണ്. അപ്പൊ അതിന് നമ്മൾ ഇത്ര ക്ലാസ് എന്ന ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ല. കാരണം ഹാപ്പി പാർക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്ര ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ക്ലാസ് നിൽക്കാറില്ല, നമുക്കത് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് അത് നിങ്ങളെ കൊണ്ട് പരിശീലിപ്പിച്ച് നിങ്ങളെ ഇഷ്യൂസ് മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ഈ കോഴ്സ് സമാപിക്കുക. അതുകൊണ്ടാണ് 1 മാസം എന്നൊരു പരിധി വെച്ചത്. അപ്പൊ ചില ആളുകൾ ചിന്തിക്കും 1 മാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പൊ അതിന് ഇത്ര എണ്ണം എന്ന് ഇപ്പോൾ നമ്മൾ പറയില്ല, അതിനുശേഷം നമുക്കതിന്റെ എണ്ണവും കാര്യങ്ങളൊക്കെ പറയാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, വേദന മാറ്റാൻ സാധ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ ശാരീരികമായ ഇഷ്യൂസ് മാറ്റാൻ സാധ്യമാണെന്ന് മനസ്സിലാക്കി. ഇതിനൊക്കെ കാരണം ഈ ബാരിക്കേഡ്സ് ആണെന്ന് മനസ്സിലാക്കി. ഈ ബാരിക്കേഡ്സിനെ പൊട്ടിക്കുവാൻ EFTയും അതിന്റെ കൂടെ തന്നെ വേറെ അതിശക്തമായ ഒരു തെറാപ്പിയും, ഇത് രണ്ടും കൂടി നിങ്ങൾ, ഞാൻ ഒന്നുകൂടി പറയുന്നു, when you attend this one, ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായി തുടങ്ങും. ഇത്രയും ചെങ്കുറപ്പോടു കൂടി ആർക്കും പറയാൻ പറ്റും? ഇത്രയും ധൈര്യത്തോടു കൂടി ആർക്കും പറയാൻ പറ്റും? 1 മാസത്തിന് ശേഷം നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒരു പക്ഷെ അതിന്റെ ഫീഡ്ബാക്കുകളൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ അതൊന്നും ഇപ്പോൾ പ്ലേ ചെയ്യിക്കുന്നില്ല. സോ ഇതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവെക്കുവാനുള്ളത്. അപ്പോ എന്താണ് EFT എന്ന് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മൾ രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു, EFT കൊണ്ട് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഗുണമുണ്ടാക്കാം എന്നും നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട 3 ബാരിക്കേഡ്സുകൾ, വികാരങ്ങൾ, ഇമോഷൻസ്, പിടിച്ചാൽ കിട്ടാത്ത ഇമോഷൻസുകൾ, അതിനെ നമ്മൾ സപ്രസ് ചെയ്യുന്നതും അതുപോലെ തന്നെ അടിച്ചമർത്തുന്നതും അതേപോലെ തന്നെ വേറൊരാളെ തലയിലിടുന്നതും, ഇതിന്റെ ദുരന്ത ഫലങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. ചിന്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ നിമിഷം എന്ന് പറയുന്നതാണ്, ഈ നിമിഷത്തിൽ നിൽക്കുവാൻ സാധിക്കുമ്പോഴേ നമുക്ക് അർത്ഥസമ്പൂർണമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ നിമിഷത്തിൽ നിൽക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അത് അധികം ആളുകൾക്കും ലോസായി. സോ ഇനി നിങ്ങളുടെ ചോദ്യോത്തര സെഷനാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന്, ഞാൻ ഒരുപാട് സമയം എടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കുള്ള ഡൗട്ട്സോ മറ്റോ ഒക്കെ പറയാം. അതേപോലെ തന്നെ കോഴിക്കോടും അതുപോലെ തന്നെ എറണാകുളത്തും ഒക്കെ ഹാപ്പി പാർക്കിന്റെ EFTയിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവരുടെ അനുഭവം വേണമെങ്കിൽ ഒന്ന് പങ്കുവെക്കുകയും ചെയ്യാം. ഫ്ലോർ ഈസ് യുവേഴ്സ്. ഓക്കെ, എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ റൈറ്റ് നൗ. സാറേ, ഒരു സംശയമുണ്ട്. സാറേ, ഇപ്പം EFTയിൽ പങ്കെടുത്ത് ഇപ്പം എനിക്ക് ഓഫ്ലൈനായിട്ട് പങ്കെടുക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അത് എനിക്ക് സാധിച്ചില്ല. എറണാകുളത്ത് പങ്കെടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ എനിക്കത് സാധിച്ചില്ല. ഇതിപ്പോൾ ഓൺലൈനായിട്ട് പങ്കെടുത്ത് ഇപ്പം സാറ് പറയുന്നു ഇപ്പം 1 ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റം ഉണ്ടാകുമെന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് ഇപ്പം നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം സാറ് പറയുമ്പോഴേക്കും എനിക്കത് സംഗതി മനസ്സിലായി. ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഉണ്ടാകും. കാരണം നമ്മുടെ ഉള്ളിലെ കെമിക്കൽസ് മാറുമ്പം അവർക്ക് മാറാതിരിക്കാൻ തരമില്ല.
നമ്മളെ ഉള്ളിൽ നിന്നുള്ള സിഗ്നൽ മാറുമ്പോൾ അവർക്ക് മാറാതിരിക്കാൻ തരമില്ല. ഇത് യൂണിവേഴ്സൽ ലോ ആണ്. സാറ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വിശ്വസിക്കുന്നുണ്ടോ സാർ? ഉണ്ട്, വിശ്വസിക്കുന്നു. ഗുരുത്വാകർഷണ നിയമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ താഴെ വീഴും. യെസ് ഓർ നോ? യെസ്. അതുപോലെ നിങ്ങളെ ഉള്ളിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാൽ നിങ്ങളെ ചുറ്റുമുള്ള ആളുകൾ മാറും എന്നത് ശാസ്ത്രമാണ്. അപ്പൊ നിങ്ങൾ അവരെ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല. നിങ്ങളെ ഉള്ളിൽ ഈ കെമിക്കൽസ് മാറ്റിയാൽ മതി. അത് തീർച്ചയായിട്ടും ഈ ഹാപ്പി പാർക്കിന്റെ ഈ ഒരു കോഴ്സ് തീരുമ്പോഴേക്കും ഡീപ്പ് അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കും, ഒരു സംശയം. ഓക്കെ സർ. സാർ, അത് ഓഫ്ലൈനായിട്ട് ഒരു ദിവസം ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ഇനി ഉണ്ടാവണമെങ്കിൽ ഈ മാസം ഓഫ്ലൈൻ ഉണ്ടാവില്ല. പക്ഷെ ഓഫ്ലൈനേക്കാളും ഡെപ്ത് ആയിരിക്കും ഓൺലൈൻ. ഇതിന്റെ നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽസ് ലൈഫ് ലോ നിങ്ങളെ കയ്യിലുണ്ടാവും. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് പങ്കെടുക്കുന്നതാണല്ലോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ അറ്റൻഡ് ചെയ്യാം. പക്ഷെ ഇത് എന്ന് പറയും, ഇത് നിങ്ങൾ മിസ്സാക്കുകയാണെങ്കിൽ വലിയ നഷ്ടമായിരിക്കും. കാരണം ഇത് നമ്മൾ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് അത് പെർമനന്റ് ആയിട്ട് ഒരു തവണ ജീവിതത്തിൽ ഇത് പഠിച്ചെടുത്ത് റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇതിന് ഉപയോഗിക്കാം. സാറ് പറയുന്ന റെക്കോർഡിങ് കിട്ടും എന്നുള്ളതാണ് സാറ്. റെക്കോർഡിങ് മാത്രമല്ല, നമ്മുടെ സപ്പോർട്ടും ഉണ്ടാവും. ഹാപ്പി പാർക്കിന് ടീം ഉണ്ട്, അവരുടെയൊക്കെ സപ്പോർട്ടും ഉണ്ടാവും, സഹായം ഉണ്ടാവും. ഓക്കെ. നമുക്ക് വെറുതെ അങ്ങനെ കുളുവടിക്കാൻ പറ്റുമോ സാറേ? ഇത്രയും ഒരു പതിറ്റാണ്ടോളമായി നമ്മളിത് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആളുകൾക്ക് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരുപാട് നൂറുകണക്കിന് പ്രോഗ്രാമുകൾ നടത്തി, ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു സദസ്സിൽ വന്നിട്ട് എന്താ പറയാ, ഇത് ഒരു ഗുണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഈ എന്താ പറയാ, അങ്ങനെ ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താ ഇതിനർത്ഥം? ഇറ്റ് വർക്ക് തന്നെയാണ്. ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക്സ്. ഹലോ സാർ, ഫീസ് എത്ര സാറേ? ഇത് നമ്മള് ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഫീസ് ഒക്കെ ചോദിക്കുന്ന ആളുകളോട് പറയുന്നത്, നമ്മള് എന്താ പറയാ, ഇത്രയും അമൂല്യമായ ഒരു സംഭവം, അതായത് ഒരിക്കലും വിലമതിക്കുവാൻ പോലും സാധിക്കാത്ത അത്രയും അമൂല്യമായ ഈ ഒരു സംഭവം, ഇത് നമുക്ക് ശരിക്കും ഫീസ് പറഞ്ഞാൽ ഇതാവില്ല. പക്ഷെ നമ്മൾ ഇതിന് വലിയൊരു ഫീസ് ഒന്നും ഈടാക്കുന്നില്ല. സാധാരണ എല്ലാവർക്കും എഫേർട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. കാരണം ഈ ഒരു എമൗണ്ട് ഒരൊറ്റ തവണ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, നിങ്ങളിത് ഇഫ് യു ഫീൽ എനി ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ബ്ലോക്സ്, അങ്ങനെ സാമ്പത്തികമായ പണം വരാത്ത ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ റിപ്പയർ ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കാണുക. കുടുംബപരമായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ തീരാൻ വേണ്ടി നിങ്ങളിൽ നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ കാണുക. മാനസികമായ ടെൻഷനും പിരിമുറുക്കും ഇതൊക്കെ കുറെ കാലം കൊണ്ടു നടന്നാൽ ഈ ക്യാൻസർ, അൾസർ, കിഡ്നി ഫെയിൽ ഇതിലോട്ട് പോകുമെന്നൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല. ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രൂപത്തിൽ ഇതിനെ കണ്ടാൽ മതി. ഇത് വളരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ. വെറും സാറേ എത്ര നമ്മൾ ഇതിന് ഫീസ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ സാർ? ഓക്കെ. നമ്മുടെ പ്രോഗ്രാമിന് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിൽ തന്നെ EFTക്ക് ഏറ്റവും കൂടുതൽ ഫീസ് കുറച്ച് വാങ്ങുന്നത് ഹാപ്പി പാർക്കാണ്. ഞങ്ങൾക്ക് തന്നെ EFTയുടെ ഫീസ് പറയാനൊരു മടിയാണ്. കാരണം ഇത്രത്തോളം റിച്ച് കണ്ടന്റുകളും മറ്റും തരുന്നതിലൂടെ നിങ്ങൾക്ക് ഗ്യാരണ്ടി കൂടി നമ്മൾ നൽകുന്നുണ്ട്. വെറും ഈ സൂമിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വെറും 4900 ഫീസ് വരുന്നത്. ഒരു 1 month കോഴ്സ് ആണ്. അതിനുശേഷവും നിങ്ങൾക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. ക്ലാസ് എപ്പോ തുടങ്ങുന്നത്? ഷെഡ്യൂൾ എങ്ങനെ? ഒരു മാസത്തിൽ എല്ലാ ദിവസവും ഉണ്ടോ? 5-ാം തീയതിയാണ് സെഷൻ വരുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇത് വർക്ക് ഓറിയന്റഡ് ആണ്. നമ്മൾക്ക് എല്ലാ ദിവസവും ക്ലാസ് തരാനുപരിയായിട്ട് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ്. അപ്പൊ മിക്കവാറും എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി ഈ 3 ദിവസങ്ങളിലായിരിക്കും നമ്മുടെ സെഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് സെഷൻ തുടങ്ങുന്നത് ഈ വ്യാഴാഴ്ച ആയിരിക്കും. ഈ വ്യാഴാഴ്ച തന്നെ നിങ്ങളിൽ മാറ്റം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ അവിടെ അങ്ങോട്ട് ഫസ്റ്റ് ഞാൻ EFTയിലോട്ട് കിടക്കുന്നത്, ആദ്യം ഞാൻ ആക്ട് എന്ന് പറയുന്ന ഒരു തെറാപ്പിയാണ് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത്. അതിനുശേഷമാണ് EFT പോവുക. അപ്പൊ ഈ 2 കമ്പൈൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരാൾക്ക് മാറാൻ പറ്റും. ഓക്കെ, പറയൂ സാർ.
ഇത് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ അതായിട്ട് ബന്ധമുണ്ടോ? ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. എന്റെ മാനിഫെസ്റ്റേഷൻ മാജിക് സാറ് വായിച്ചിട്ടുണ്ടോ? ആ സാറ് വായിക്കല്ല, സാറ് കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട് മാജിക് ബുക്ക്. അതല്ല, എന്റെ ക്ലാസ് കേട്ടിട്ടുണ്ടോ? ഇല്ല കേട്ടിട്ട. ഓക്കെ. അതായത് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ സത്യത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ ഒരു സത്യമായ നിയമമാണെങ്കിലും അത് ആൾക്കാർക്ക് ഇത് വർക്ക് ചെയ്യൂല കാര്യമായിട്ട്. എന്തുകൊണ്ട് വർക്ക് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലെ കെമിക്കൽസുകളൊക്കെ നെഗറ്റീവ് ആയതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ വളരെ പണിയാണ്. അപ്പോൾ EFTയിലൂടെ നമ്മൾ ചെയ്യുന്ന എന്താ ചോദിക്കുകയാണെങ്കിൽ ആ കെമിക്കൽസുകളെ റിലീസ് ആക്കുകയും അതോടുകൂടി തന്നെ ഈ പറയപ്പെട്ട നിങ്ങൾ മാജിക്കിലോ സീക്രറ്റിലോ ഒക്കെ പറയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫാസ്റ്റ് ആയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ഓക്കെ സാർ? സാർ ഇതിന് ക്ലാസ് ടൈം എങ്ങനെയാണ് സാർ? സാറേ ക്ലാസ് ടൈം എങ്ങനെയാ വരിക? 8 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിന്റെ എൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഡിസ്കഷൻ കാര്യമൊക്കെ ഉണ്ട്, അപ്പൊ നീണ്ടുപോകും. അപ്പോ ഒരു 10 മണിന്റെ ഉള്ളിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. അതായത് വൈകിട്ട് അല്ലേ? രാത്രിയാണ്. രാത്രി ഇന്ത്യൻ സമയം 8 മണിക്ക് ആരംഭിക്കും. സെഷന് 10 മണി ഡിസ്കഷന് കാര്യങ്ങളൊക്കെ വരുമ്പോൾ 10 മണി കഴിയും. എന്തായാലും ഇതിന്റെ എല്ലാവിധ റെക്കോർഡിങ്സും നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലായിട്ട് പെർമനന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ നൽകും. താങ്ക് യു. രാജേഷ് സാറിന്റെ ഇതേ പ്രശ്നത്തിന് രാജൻ സാർ ഇവിടെ ഉണ്ടോ? രാജൻ സാർ ഒന്ന് അനുഭവം പറഞ്ഞാലേ രാജേഷ് സാറിന് ഒന്നും കൂടിയും ഉറപ്പാവും. രാജൻ സാർ ഉണ്ടോ കോഴിക്കോട്? ഹലോ രാജനത്തോട്. പിന്നെ ഞാന് ഈ വിഷയത്തില് എന്റെ വിഷയമായിട്ട് വന്നപ്പോ കേൾക്കുന്നുണ്ടോ? തരാറുണ്ടല്ലോ സാർ. കേൾക്കുന്നില്ല? എക്കോ അടിക്കുന്നുണ്ട്. 2 ഫോൺ യൂസ് ചെയ്യുന്നു. ഹെഡ്ഫോൺ മാറ്റിയാ മതി. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഹലോ കേൾക്കാം സാർ, കേൾക്കാം. ഹലോ കേൾക്കുന്നില്ല? ഞാൻ വളരെയേറെ ഒരു പ്രയാസത്തിലൂടെ കടന്നുപോയ സമയം ഉണ്ടായിരുന്നു. സമയം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാൻ ടൈം ഒരുപാടുള്ളത് കൊണ്ടാണ് ഞാൻ ചുരുക്കി പറയാ. വിശദീകരണമായിട്ട് ഞാൻ പിന്നൊരിക്കൽ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷേ എന്റെ വീട്ടിൽ വരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ ഈ കരീം സാറ് തന്ന ഓരോ ക്ലാസ്സുകളും ഞാൻ അതുപോലെ തന്നെ എഴുതുകയും അത് എല്ലാ ദിവസവും എടുത്ത് വായിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്ത്, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം. എന്നെ വിട്ടുപോയവര്, അതായത് എന്നെ വേണ്ട എന്ന് വെച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഒരു മിതമായ രീതിയിലേക്ക് സംസാരിച്ചു തുടങ്ങി. നല്ല ഒരു ഇതിലേക്കാവുന്നത് ഒന്നത്. പിന്നെ സാമ്പത്തികമായിട്ട് തകർന്നു പോകുന്നിടത്തുനിന്ന് ഞാനിപ്പോ ഒരു മെച്ചോറിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലെവലിലേക്കാണ് ഞാനിപ്പം പോകുന്നത്. പിന്നെ രണ്ടാമത്തത് പറയാനുള്ളത്, ഇത് ചെയ്തപ്പോൾ എറണാകുളത്തുനിന്ന് ഇപ്പൊ ഈ അടുത്ത് നടന്ന എറണാകുളത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാനിപ്പോ കരയേണ്ട വന്നിട്ടില്ല, ദുഃഖിക്കേണ്ട വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. അത് നല്ലൊരു ഹാപ്പിനെസ്, അതായത് എന്താണ് അതിന് പറയാ, അത്ര ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ വന്നത്. അതിന് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ വന്നവര്, ഞാൻ അങ്ങനെ തന്നെ ഒരു പ്രസംഗം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണം ഞാൻ അതിന്റെ ചുരുക്കമാണ് പറയുന്നത്. ഇതിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കരീം സാറെ ക്ലാസ്സിൽ എത്തിപ്പെട്ടാൽ ഒരാൾക്ക് പോലും ഇത് നഷ്ടമാവില്ല. അത് ഉറപ്പ് ഞാൻ തരുന്നു. കാരണം 100% ഗ്യാരണ്ടി എന്റെ ഭാഗത്തുനിന്ന് ഞാൻ തരും. അതെന്റെ സ്വന്തം ഇത്. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത്തത് ക്ലാസ് മറ്റുള്ളവരെ പോലെ അല്ല, ഒരു സാധാരണക്കാരന് കേൾക്കാൻ പറ്റുക, സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ അത്ര വിശദീകരിച്ച് സംസാരിക്കുക. ഇപ്പൊ കേട്ടപ്പം തന്നെ മനസ്സിലായില്ലേ? ഇത്രയൊന്നും മറ്റുള്ളവരൊക്കെ ചില ഓൺലൈനിലൊക്കെ കാണാറുണ്ട്. ഒരു കട്ടിയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലൊക്കെ സംസാരിച്ചിട്ട്, അതായത് സാധാരണക്കാരനതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്നാൽ അവരെ കുറ്റം പറയല്ല. എന്നാൽ നമ്മുടെ കരീം സാറ് എങ്ങനെയാണോ, ഏത് രീതിയിലാണോ ഒരു സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ഇത് കടന്നു ചെല്ലേണ്ടത്, എങ്ങനെ ഇത് പ്രവർത്തിക്കണം, അത് ചെയ്തു തരുന്നത് ഏറ്റവും. ഇത് ഹാപ്പി പാർക്കിനും
ഹാപ്പി പാർക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിന് വലിയൊരു അഭിനന്ദനം തന്നെയാണ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ സാറിനും അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, സമയം വളരെ പോവും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ് ചുരുക്കാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഇനി പങ്കെടുപ്പിക്കാൻ ഞാനിവിടെ ശ്രമിക്കുന്നുണ്ട്. ഇനി ഒരുപാട് ആൾക്കാരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് ചാനൽ ഉണ്ടാക്കി അതിലൂടെ ഇനി ഈ കാര്യം സാറെ ഈ പ്രവൃത്തി എനിക്ക് അനുഭവിച്ച എല്ലാ പ്രവൃത്തിയും ഞാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചത്. വരുന്ന ഈ മാസം ഒക്ടോബർ 15-ാം തീയതി ഞാൻ പുതിയ മൈൻഡ് പവർ എന്ന് പറയുന്ന ഒരു ചാനൽ സ്റ്റാർട്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഹാപ്പി പാർക്കിനോട് അനുകൂലിച്ചുകൊണ്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതായത് പരസ്യം എന്നല്ല, എനിക്ക് അനുഭവിച്ച മാത്രം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു ഇതിനു വേണ്ടിയിട്ട്. അത് ഇത്രയും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ലോ അട്രാക്ഷൻ, അതായത് ഈ മെത്തേഡ് ചെയ്തതിന് ശേഷം ഇത് കോഴിക്കോട് വെച്ച് ഇതിന്റെ മുന്നേ നടന്ന EFTന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇതിന്റെ മുന്നേ EFT ആയിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം ചെന്ന ക്ലാസ് അന്ന് അതിലൂടെ ഞാൻ പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു സ്വന്തമായിട്ടൊരു വാഹനം പുതിയതായിട്ട് ഇറങ്ങിയ സൂം എന്ന് പറയുന്ന ഒരു വാഹനം, ഹീറോന്റെ ഗിയർലെസ് വണ്ടി, അത് പരസ്യം ഇറങ്ങി അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നതാ. അതായത് അന്ന് ഫസ്റ്റ് തന്നെ അന്നേരം തന്നെ എനിക്ക് തോന്നി ഇത് സ്വന്തമായിട്ട് എനിക്ക് കിട്ടാൻ എന്താ വഴി. അപ്പൊ എനിക്ക് സാറെ ഞാൻ എഴുതി വെച്ചതെല്ലാം വായിച്ച്, അപ്പൊ അങ്ങനെ ഞാനൊരു അഫർമേഷൻ ചെയ്തിട്ടാണ് അതിന്റെ ഒരു ഇത് എഴുതി, അതിന്റെ ഫോട്ടോ പത്രത്തിൽ നിന്ന് ഞാൻ വെട്ടിയെടുത്ത് അത് വെച്ച് ലോ അട്രാക്ഷനിലോട്ട് ഈ ചെയ്തതിന് ശേഷം ഇപ്പോ 3 ആഴ്ച മാത്രമേ എനിക്ക് ഇതിന് സമയം എടുത്തിട്ടുള്ളൂ. അതിനുള്ളിൽ ആ വാഹനം എത്തിയില്ല, പുതിയ വണ്ടി. അത് വലിയൊരു അനുഗ്രഹമാണ്, ആർക്കും ഇത് നഷ്ടമല്ല. കാരണം കാരണം എന്താ വെച്ചാൽ ഞാനൊരു സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരനാണ്, വളരെ താഴ്മയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ സാധാരണ, കാരണം എന്നെ ഉയർത്തി, എന്നെ ആരും ഉയർത്തി, കാരണം ഞാൻ എന്റെ മനസ്സും എന്റെ ചിന്തയും എന്റെ പ്രവൃത്തിയെല്ലാം ഞാനിപ്പോ ഉയർച്ചയിലേക്ക് പോകാം. മറ്റേ ഞാൻ കരീം സാറെ കണ്ടില്ലായിരുന്നെങ്കിൽ, അറിയില്ലായിരുന്നെങ്കിൽ, ഇത് ക്ലാസ്സിൽ എത്തിയില്ലായിരുന്നു, ഞാൻ ചിലപ്പോ മണ്ണിലേക്ക് പോകും, മണ്ണായി തീർന്നില്ലായിരുന്നു. അതല്ലായിരുന്നെങ്കിൽ ഞാൻ അതുമല്ലെങ്കിൽ. ഓക്കെ സാറേ, സാറിന്റെ വോയിസ് ക്ലിയർ അല്ല. അതായത് രാജൻ സാറ് പറഞ്ഞെന്താ ചോദിക്കുകയാണെങ്കിൽ, പുള്ളിക്കാരന് ആദ്യമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ വരുന്നത് കോഴിക്കോട് പ്രോഗ്രാമിലാണ്. ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കരീം സാറേ, എനിക്ക് എന്താണ് വേണ്ടത് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ എന്നോട് പറഞ്ഞു. പിന്നെ അതിന് ശേഷം പിന്നെ പുള്ളി നമ്മളെല്ലാ പ്രോഗ്രാമിനും വിടാതെ വരാറുണ്ട്. അന്ന് കണ്ട വല്ലാത്ത എന്താ പറയാ ദയനീയമായ രാജൻ സാറെ അടുത്ത പ്രോഗ്രാമിൽ കണ്ടപ്പോൾ അദ്ദേഹം വളരെ എനർജറ്റിക് ആയി. പിന്നീട് അദ്ദേഹം തുടരെ നമ്മൾ കാണാൻ തുടങ്ങി. അതിലൊക്കെ ആള് വളരെ മാറ്റം വന്നു. ഇപ്പൊ കോഴിക്കോടുള്ള രാജൻ സാറ് കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് നടന്ന പ്രോഗ്രാമിന് ഇവിടുന്ന് ട്രെയിൻ കയറി അങ്ങോട്ട് വന്നു. അപ്പൊ അതൊക്കെ വല്ലാത്തൊരു മിറാക്കിളാണ്, അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായിട്ടുള്ള അത്ഭുതങ്ങളാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അത് എന്താ പറയാ, ഇത് അത്ഭുതം എന്നതിന് പറഞ്ഞുകൂടാ, ഇതൊരു നോർമലാണ്. കാരണം നമ്മുടെ ഉള്ളു മാറുമ്പോൾ സംഭവിക്കുന്ന ഒരു സാധാരണ സംഭവമായിട്ട് മാത്രം തന്നെ കണ്ടാൽ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടോ? എനി ഡൗട്ട്സ്? ഹലോ സാർ. ആ പറഞ്ഞോളൂ സർ. സാർ പറഞ്ഞോളൂ. സാർ, ഞാൻ ഈ സാറിന്റെ ക്ലാസ് കേൾക്കുന്നില്ലേ? മനസ്സിലായില്ല. ആ പറയൂ സാർ, കേൾക്കാം. ഇത്തരം പോസിറ്റീവായ ക്ലാസ് കേൾക്കുമ്പോഴേ, ഇപ്പൊ നമ്മളിപ്പോ ഒരു സദസ്സിന്റെ മുന്നിലൊക്കെ നമ്മൾ സംസാരിക്കേണ്ടൊക്കെ ഒരു അവസരം വരില്ലേ? അപ്പൊ ഇപ്പൊ സാറിന്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ സാറിന്റെ ഫേസ് നമ്മൾ മൈൻഡിലോട്ടൊന്ന് എടുക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. അപ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതുപോലെ ഇപ്പോ ഈ കൂടുതൽ പോസിറ്റീവായ ആളുകളുടെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോ യാത്രയിലോ മറ്റോ നമ്മൾ അരുതാത്ത ഒരു കാര്യം അവര് പറഞ്ഞതിനപ്പുറത്തേക്കായി നമ്മൾ നീങ്ങുമ്പോൾ അവര് നമ്മളോട് സംസാരിച്ച ആ ശബ്ദത്തിൽ നമ്മളെ മനസ്സിലോട്ട് സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അതൊന്നും കൂടി ഒന്ന് വികസിപ്പിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു സാർ. തീർച്ചയായിട്ടും സാർ. ഏതായാലും നിങ്ങളത് തിരിച്ചറിയുകയും കൂടുതൽ പുരോഗതിയിലോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നതന്നെ വലിയൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതുകൊണ്ട് എന്താ പറയാ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു PSC ആൻസർ പോലെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാവില്ല ചിലതൊന്നും. അതുകൊണ്ട് ഇതൊരു വർക്ക്ഷോപ്പ്, ഈ വർക്ക്ഷോപ്പിലാവുമ്പോഴാണ് കൃത്യമായിട്ട് സമയമെടുത്ത് അരച്ച് കുടിച്ച് ആ രൂപത്തിൽ, കാരണം ഒരു മൊഡ്യൂളാണ്,
അതൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാണ് ചെയ്യാം. അപ്പോ സാർ തീർച്ചയായിട്ടും വർക്ക്ഷോപ്പിൽ ഒന്ന് പങ്കെടുക്കും. ഓക്കെ സാർ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഹലോ ഹാപ്പി സർ. പോകാൻ പറ്റും. ഹലോ സർ. പറയൂ പറയൂ. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് സാറേ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ സാർ. ഓക്കെ സർ, ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഞാൻ ഇപ്പൊ ഒരു 6 മാസം മുമ്പാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത്. അപ്പൊ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് അച്ചീവ്മെന്റ് ഒക്കെ അതിൽ കിട്ടുകയും ചെയ്തായിരുന്നു. ഈ മാജിക് ചെക്ക് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ എനിക്ക് വർക്ക് ആയിരുന്നു. പക്ഷെ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കുറെ സംഭവങ്ങൾ അതിനുശേഷം വലിയ വലിയ കാര്യങ്ങൾ കുറച്ചൊക്കെ അച്ചീവ് ചെയ്തു. പക്ഷെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതിൽ തന്നെ സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല സാർ. നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ ഇപ്പൊ തന്നെ എന്റെ മനസ്സിലോട്ട് വരുന്നു. EFT അറ്റൻഡ് ചെയ്ത ആൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്നതിന്റെ ഒരു ആൻസർ കിട്ടിക്കാണും. EFT അതിലുള്ള ഒരു സമ്പൂർണ്ണ മരുന്ന് തന്നെയാണ് സാർ. ഒരു സംശയമില്ല. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പ്രോഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സാർ. ഓക്കെ. പറയൂ. ഇപ്പൊ ഞാനൊരു വീൽ ചെയർ ഉള്ള പേഷ്യന്റ് ആണ്. അപ്പൊ എന്നെ പോലുള്ള ആളുകൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുമോ? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? നിങ്ങള് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഈ കോഴ്സ് ചെയ്യാനും പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ലൈഫിൽ ഒരുപാട് ആളുകൾക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ഈ എന്താ പറയാ, EFTയുടെ നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ ഞാൻ പഠിപ്പിക്കാത്ത അതിശക്തമായ ടൂളാണ്. അതുകൊണ്ടാണ് EFT പങ്കെടുത്ത ആൾക്കാരോടും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുന്നത്. ലൈവിലുള്ള EFTയും ഇതും വേറെയാണ്. രണ്ടും രണ്ടാന്ന് പറഞ്ഞാൽ എന്താ പറയാ, ബേസിക്കായ കാര്യങ്ങളൊക്കെ ഒന്നാണ്. പക്ഷെ വേറെ രൂപത്തിലൂടെയാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരിക. അപ്പൊ അതൊക്കെ സാറെ പോലത്തെ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ സാറിന് മാറ്റം ഉണ്ടാവുന്ന മാത്രമല്ല ഒരുപാട് ആളുകൾ അത് ഈ കോഴ്സ് കഴിയുമ്പോൾ സാറ് പറയും, ഇഫ് യു ഇൻവോൾവ് വിത്ത് ദിസ് കോഴ്സ്, നിങ്ങൾ പറയും അന്ന് ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഓക്കെ. ഓക്കെ. ഹലോ. പറയൂ സാർ. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കിപ്പോ ഇതില് സാറിന്റെ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അത്യാവശ്യം ഒരു 200 മേളിലെ ആളുകൾ ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ മാനസികമായിട്ടുള്ളത്, ശാരീരികമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ഒക്കെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണല്ലോ. വളരെ സിമിലർ ആയിട്ട് വളരെ ഇടുക്കി അല്ല, ഞാൻ തൃശ്ശൂരാണ്. ഓക്കെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പോ ഈ ഒരു കോഴ്സ് നമ്മൾ 1 മന്ത് കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയൂ സാർ, കേൾക്കുന്നില്ല. സാറ് സംസാരിച്ചോളൂ. മൈക്ക് ഓഫ് ആയിട്ടുണ്ട്. സാറേ മൈക്ക് ഓഫ് അല്ലേ സാർ? ഓൺ അല്ലേ? മൈക്ക് ഓഫ് ഓൺ ആക്കും സാർ. മൈക്ക് ഓഫ് ആയിട്ടുണ്ട്. ഹലോ, ഇപ്പൊ ഓക്കെയാണോ? ഹലോ, ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, അതായത് ഇപ്പൊ നമ്മൾ ഈ അറ്റൻഡ് ചെയ്യുന്ന പല വ്യക്തികൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണല്ലോ ഉള്ളത്. നമുക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ ഒരു 1 മന്ത് കോഴ്സ് നമുക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ലൈഫിൽ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കഴിഞ്ഞാലും, ഈവൻ സാമ്പത്തികമായിട്ടാവട്ടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്ത് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും അതിനുള്ള ഏറ്റവും Z സൊല്യൂഷൻ നമുക്ക് ഈ 1 മന്ത് കോഴ്സിൽ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതായത് സാറ് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഒത്തിരി ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ട്. അപ്പോ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻ ഫ്യൂച്ചർ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഈ 1 മന്ത് കോഴ്സിൽ കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് നെഗറ്റീവിനെയും പോസിറ്റീവായിട്ട് കാണാനും ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമെന്നാണോ സാറ് പറയുന്നത്? ഹലോ. ഹലോ. ജസ്റ്റ് മിനിറ്റ്, ഒറ്റ മിനിറ്റ്.
സോറി, എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. സാറെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അതായത് സാറ് ചോദിച്ചത് ഒത്തിരി ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ട്. അപ്പൊ ഇതിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഇഷ്യൂസ് മൊത്തം സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതായത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാള് അനാട്ടമി പ്രകാരം ബ്രെയിൻ, അതായത് സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഓംബ്ലിക്കയുടെ താഴെ സ്പൈനൽ കോഡ്, ഇതാണ് നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, ഇങ്ങനെയുള്ള ബേസിക് ആയ ചില സംഭവങ്ങളാണ് എല്ലാവർക്കും സെയിം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇന്റേണൽ വേൾഡിനെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റുവാൻ സാധിക്കും. പക്ഷെ അതിന് വേണ്ടത്, നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സമയം കൂട്ടണം, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന എഫേർട്ട് കൂട്ടണം, നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന ഊർജം കൂട്ടണം. ഇതിപ്പോ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു, അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഭാഗത്തോട് തിരിഞ്ഞു തന്നെ നോക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഇതിന്റെ സമയം, ഊർജം, എഫേർട്ട് ഇതൊക്കെ ചെലവഴിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോ നമുക്ക് റിസൾട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ രൂപത്തിൽ ഈ 3 എണ്ണവും കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് പ്യൂരിഫിക്കേഷനോട് പോകാൻ പറ്റും. അതായത് നമുക്ക് എപ്പോഴും ഒരു ഫിയർലെസ് ആയിട്ട്, ഒരു ഭയരഹിതനായിട്ട് ജീവിക്കാൻ പറ്റും. ഭയരഹിതനായിട്ട് ജീവിക്കാൻ പറ്റിയാൽ തന്നെ എല്ലാ ഇഷ്യൂസും തീരൂലേ ഷിയാസ് സാർ? എസോർണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അപ്പൊ ഇതാണ് ആളുകളുടെ പ്രശ്നം, അവർ ചെലവഴിക്കുന്ന സമയം എന്തിനാണെന്നുള്ളതാണ്. നമ്മുടെ ഒരു സക്സസ് മാസ്റ്റർ ഞാൻ 4 കോളം പറഞ്ഞിട്ടുണ്ട്: ഇമ്പോർട്ടന്റ്, നോട്ട് ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ് എന്ന് പറഞ്ഞ 4 കോളം. അധിക ആൾക്കാരും സമയം ചെലവഴിക്കുന്നത് നോട്ട് ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ്. ഇമ്പോർട്ടന്റും അല്ല അർജന്റും അല്ല, ഇതിനു വേണ്ടിയാണ്. ഇതിന് സമയം കൂടുതൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അയാൾക്ക് മാറ്റം ഉണ്ടാവും? നോ ചാൻസ്. അതായത് നമ്മള് ഇപ്പോ സാറിന്റെ ക്ലാസ് ഇപ്പോ 8 മണിക്ക് തുടങ്ങി നമ്മൾ 10 മണി വരെ എന്ന് പറഞ്ഞു. എക്സ്ട്രാ ഒരു ടൈം നമ്മൾ ഇതിന് കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഈ ക്ലാസ് കേൾക്കുക, ഞാൻ അതിൽ വർക്ക് തരും നിങ്ങൾക്ക് കൃത്യമായിട്ട്. ഓക്കെ, ഈ ക്ലാസ് കേൾക്കുക എന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് വർക്ക് തരും. അത് നേരത്തെ EFT പങ്കെടുത്ത ആൾക്കറിയാം. ഇത് മാത്രമല്ല, ഒത്തിരി കോഴ്സുകൾ വേറെ ഉണ്ട്. നമ്മൾ EFT മാത്രമല്ലാതെ ചെയ്ത ഒത്തിരി ആളുകൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ഈ അടുത്ത മൈൻഡ്ഫുൾനെസ് ഒക്കെ പങ്കെടുത്ത ആൾക്കാരുണ്ടാവും. അപ്പോ ഈ ഒരു ക്ലാസ് ഞാൻ കൃത്യമായ അതിന്റെ പ്രാക്ടിക്കൽ വശം തരും, എങ്ങനെ മനസ്സിനെ സ്വാധീനിക്കാം. അപ്പൊ ആ വർക്ക് ചെയ്യാൻ ആ വർക്ക് നിങ്ങൾക്ക് തരും, ആക്ടിവിറ്റി നിങ്ങൾക്ക് തരും. അതിലൂടെയാണ് സാറേ നമ്മുടെ ഇന്റേണൽ വേൾഡ് മാറുന്നത്. അതല്ലാതെ ഉപദേശം കൊണ്ട് നന്നാക്കുവാൻ കഴിയില്ല. അങ്ങനെയാവണം, ഇങ്ങനെയാവണം, ടെൻഷൻ ആവരുത്, വിഷമിക്കരുത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നവന് പറയാം, പക്ഷെ അത് അനുഭവിക്കുന്നവന് ഒരിക്കലും അത് ചെയ്യാൻ കഴിയും. ഓക്കെ സാർ, പ്രാക്ടിക്കൽ സെഷനും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതില് മെയിൻ പ്രാക്ടിക്കൽ സെഷൻ ആണ് നമ്മളെ മാറ്റുന്നത്. ഓക്കെ 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 സാർ, ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. ഹലോ സാർ. ചോദിച്ചോളൂ. ഹലോ സാർ, സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോട്ടെ എന്നല്ല, ചോദിക്കണം, അതിനല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സാർ, എനിക്ക് വലിയ ആൻസൈറ്റിയും ടെൻഷനും, ഏത് ജോലി ചെയ്താലും ഒരു പെർഫെക്ഷൻ വേണമെന്നും ഉണ്ട്. അപ്പൊ അതും കൂടാതെ ഏത് കാര്യത്തിനും ഒരു തീരുമാനത്തിൽ എത്താനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറ്റാൻ പറ്റും ജസീല മാം, അതല്ലേ നമ്മൾ പറഞ്ഞത്. ഈ കോഴ്സിന് ശേഷം നിങ്ങളൊന്ന് സംസാരിക്കും, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, നമസ്കാരം സാറേ, ഞാൻ അനിൽകുമാറാണേ. പറയൂ. ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പോ എനിക്ക് ഒരു ചെറിയ ഒന്ന് വീണായിരുന്നു അതിന്റെ ലെഫ്റ്റ് സൈഡിൽ, അപ്പൊ കുറച്ച് തൊലി പോയി നെറ്റിയുടെ ഭാഗത്ത്. അപ്പൊ ഞാൻ EFT ചെയ്യുന്ന ഫസ്റ്റ് ടാപ്പിംഗ് റൈറ്റ് സൈഡ് മാത്രം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? സാറ് എറണാകുളത്ത് പങ്കെടുത്ത ആളാണോ? ആലപ്പുഴ അനിൽകുമാർ സാറാണോ? അതെ അതെ. അത് നമുക്ക് EFTയുടെ ഗ്രൂപ്പിൽ പറയാം സാർ. ഈ ആളുകള് അവർക്ക് അറിയുന്നവരല്ലല്ലോ സാർ. എന്റെ അപ്പം മോർണിംഗ് അത് ചെയ്യുമ്പം ഒരു സൈഡ് മാത്രം ടാപ്പ് ചെയ്യുന്നോണ്ട് പ്രോബ്ലം ഉണ്ടോ? ഒരു കുഴപ്പമില്ല സാർ. ഓക്കെ, താങ്ക് യു. സാർ, ഞാൻ ഫാത്തിമ ടീച്ചറാണ്, പട്ടാമ്പിന്ന്. ഫാത്തിമ ടീച്ചറാണ്. പറയൂ ടീച്ചർ. കാലമായി. അതെ അതെ, ഞാൻ മൈൻഡ്ഫുൾനെസ് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല. പിന്നെ സ്ലീപ് തെറാപ്പിയിൽ വന്നു, മൈൻഡ്ഫുൾനെസ്സിൽ വന്നു.
നമ്മളെ കുറച്ച് ക്ലിയർ കുറവുണ്ടല്ലോ. പറഞ്ഞോളൂ. അപ്പൊ എന്താ വെച്ചാല് ഫാത്തിമ ടീച്ചർ ഓഫായി പോയല്ലോ, അറിയാണ്ട് ഓഫായി പോയല്ലോ. ഒന്ന് ഓൺ ആക്കിയോളൂ. സംസാരിക്കുന്ന ആള് മാത്രം മൈക്ക് ഓൺ ആക്കിയോളൂ. അപ്പൊ ഞാൻ സാറിന്റെ സ്ലീപ് തെറാപ്പി കോഴ്സ് മൈൻഡ്ഫുൾനെസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. ഇപ്പം പിന്നെ റിട്ടയർ ചെയ്തു. ഇപ്പൊ സ്വസ്ഥായിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഇങ്ങനെ ടെൻഷൻ, ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ആങ്സൈറ്റി ഇങ്ങനത്തെ ഒക്കെ. ഇങ്ങനെ സാറിന്റെ ചില ക്ലാസ്സുകളൊക്കെ അതിനുശേഷം ഞാൻ കേട്ടിരുന്നു. അപ്പോ അന്ന് ഞാനിങ്ങനെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതിപ്പോഴും ഉണ്ട്, ഇടക്കിടക്ക് ഉണ്ട്. ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റി ഉള്ള കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോ ഈ കോഴ്സ് ചെയ്താല് അതിനൊക്കെ ഒരു പരിഹാരം. തീർച്ചയായിട്ടും EFT എന്ന് പറയുന്നത് അത് നമ്മളെ എറണാകുളത്ത് ഉറക്കമില്ല ഒരുപാട് കാലമായി ഉറങ്ങി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, ഗിരീഷ് പങ്കെടുക്കുന്നുണ്ടോ? ഗിരീഷ് അവരെ അമ്മയാണ് ഉറങ്ങിയത്. എന്ന് പറഞ്ഞ് പിറ്റേന്ന് തന്നെ ഉറങ്ങിയ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മീരാൻ സാറ് ഉമ്മയുണ്ടാവും എറണാകുളത്ത്. മീരാൻ സാറുടെ ഉമ്മക്ക് വർഷങ്ങളായി മീരാൻ സാർ പോയോ? ഞാനിവിടെ ഉണ്ട്, ഞാൻ കേട്ടിരിക്കുകയാണ്. ഉറക്കത്തിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കൂ സാർ. ഇത് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കാനാ ബുദ്ധിമുട്ട്. ഇപ്പൊ നല്ലോണം ഉറക്കം തൂങ്ങി തുടങ്ങി. ഉറക്കിൽ തീരെ ഇല്ലാതായിരുന്നില്ലേ? 9 മണിക്ക് ഉറങ്ങണം. ഇപ്പൊ കമ്പൽസറി ആയി. 5 മണിക്ക് എഴുന്നേക്കാൻ ഇത്തിരി പാടാ. നിർബന്ധിച്ചൊക്കെ എഴുന്നേക്കാൻ. സാറേ ഞാനൊക്കെ ഫുൾ ടൈം ഉറങ്ങാത്ത ആളായിരുന്നു. മീരാൻ സാറെ ഉമ്മാനെ കൊണ്ട് തന്നെ പറയിക്കൂ. തീർച്ചയായിട്ടും പങ്കെടുക്കും. ഇടയ്ക്കൊക്കെ ഫുൾ ടൈം ഉറക്കല്ലായിരുന്നു സാറേ, 1 വർഷം മുമ്പ്. ഉറക്കുന്ന സംഭവം ഇല്ലായിരുന്നു. ശരി, പിന്നെ വേണമെങ്കിൽ കുറച്ച് ആളുകൾക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ കേൾക്കാം. ഞാൻ പറയട്ടെ? ആരാണ്? പറയൂ. ഞാനേ തൃശ്ശൂർ EFT ഉണ്ടായിരുന്നു. അപ്പോ 1990-കളിലെ റോഡ് സൈഡിലൊക്കെ ഒരു പരസ്യം ഉണ്ടായിരുന്നു സാർ. ഇഫ് യു ആർ നോട്ട് സ്റ്റഡിങ് അറ്റ് യു ആർ മിസ്സിംഗ് സംതിങ് പറഞ്ഞിട്ടേ. അപ്പൊ അത് NIIT എന്ന ആദ്യമായി ഇറങ്ങിയ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിന്റെ പരസ്യമായിരുന്നു. അന്ന് അതിൽ ചേരണം പറഞ്ഞിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സാറിപ്പോ പറഞ്ഞതുമാതിരി ആ സ്വയം ജീവിതത്തിന് വേണ്ടി സമയം ചെലവാക്കുക എന്നുള്ള അതില്ലാതെ അനാവശ്യമായ സമയം ചെലവഴിച്ചു പോയി. അത് ചെയ്യാതെ പറ്റിപ്പോയി. അത് ഒരു വേള ചെയ്താണെങ്കിൽ സുന്ദർ പിച്ചന്റെ സ്ഥാനത്ത് എത്താമായിരുന്നു. അതുമാതിരിയാണ് ഇപ്പൊ ഈ EFT പരിചയമായത്. ഈ സെപ്റ്റംബർ 9 പരിചയമായത്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇപ്പൊ 190 ആളായിരുന്നു, ഇപ്പൊ 150 ആയിട്ടുണ്ട്. ഇനിയിപ്പോ 100 ആളാവും ഇതില്. ഈ 100 ആൾക്കാരെങ്കിലും നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് EFT. അതില് എന്തായാലും എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ആവാൻ ശ്രമിക്കണം. ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ മോന്റെ അവസ്ഥ എന്താണ് കുഞ്ഞാസൻ സാറേ? നല്ലോണം ചെയ്യുന്നുണ്ട് സാർ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. EFT ചെയ്ത് നല്ല ക്ലാസ്സിനൊക്കെ പോയി മര്യാദയ്ക്ക് സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ മറ്റേ വികൃതികളൊക്കെ കുറഞ്ഞ് ഒരു ശാന്തനായില്ല. ഒന്നുമില്ല. അന്ന് വന്നു സൈക്കിളൊക്കെ എടുത്ത് കാറ്റൊക്കെ അടിച്ചാൽ പോയി. ആള് മര്യാദക്കാരനായിട്ടുണ്ട്. അത് നല്ല കുട്ടിയാവും. അവനൊരു ഭാഗ്യവാനാണ്. അതെ സാർ. ശരി, ഓക്കെ സാർ. ഇനി വേണമെങ്കിൽ 1-2 എക്സ്പീരിയൻസ് വേണമെങ്കിൽ കേൾക്കാം. ഇത് കോഴിക്കോട് നടന്ന ഈ അടുത്ത് നടന്ന പരിപാടിന്റെ ഫീഡ്ബാക്കുകളാണ്. ഞാൻ പലരും ക്ലാസ്സിലും പങ്കെടുത്തിട്ടുണ്ട്. സിൻസിയറായിട്ട് ഞാൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കരീം സാറിനെ ഒരു 3 വർഷം മുന്നെയാണ് യാദൃശ്യമായിട്ട് പരിചയപ്പെടുന്നതും
ഒരു ഹീലിംഗിന് വേണ്ടിയിട്ട് അവരെ സമീപിക്കുന്നത്. അത് പുള്ളി എനിക്കൊരു വാട്ടർ തെറാപ്പി ഹീലിംഗ് പറഞ്ഞു തന്നു. ആ ഹീലിംഗ് പറഞ്ഞു തന്നപ്പോൾ ഞാനത് ഒരു 2.5-3 വർഷത്തോളമായി ഈ ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുള്ള ചിലർക്കൊക്കെ എന്നെ അറിയാം, പക്ഷെ ഒരുപാട് പുതുമുഖങ്ങളാണ്. അപ്പൊ എനിക്ക് അനുഭവങ്ങളെ പറയാനാണെങ്കിൽ സമയം മതിയാവില്ല. കാരണം ഇന്നത്തെ ഈ ക്ലാസ് എനിക്ക് റിപ്പീറ്റേഷൻ ആണ്. പക്ഷെ രാവിലെ ഇവിടെ വന്നത് മുതൽ ഈ നിമിഷം വരെ 1 മിനിറ്റ് പോലും വെറുതെ ആയി പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഇത്രയും കാലമായിട്ട് വരെ 1 മിനിറ്റ് പോലും വെറുതെ ആയി പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഇത്രയും കാലമായിട്ട് പറ്റാവുന്നിടത്തോളം സാറിന്റെ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിൽ നിന്നും കിട്ടിയ ഓരോ തവണയും ലഭിക്കുന്ന ആ ഒരു എനർജിയും ആ ഒരു ഹാപ്പിനെസ്സും ആണ് വീണ്ടും വീണ്ടും സാറിന്റെ ഈ ക്ലാസ്സുകളിലേക്ക് എന്നെ എത്തിക്കാറുള്ളത്. ഞാൻ മാത്രമല്ല, എന്റെ ഹസ്ബൻഡ് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ എന്റെ ഫാമിലിയിലെ വേറെ ആൾക്കാരും കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും 6 മാസത്തെ ചെയ്തായിരുന്നു. പിന്നെ വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ അത് പഴയ രീതി എടുത്തിട്ട് പുതിയ കിട്ടാൻ തോന്നുന്നില്ല. എല്ലാം പുതിയതായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 6 മാസത്തോളമായി നമ്മള് ഹാപ്പി പാർക്കിന്റെ വളരെ അധികം ഒരു ട്രഷറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും EFT അത് വളരെ സഹായിച്ചിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്ന വല്ലാത്ത സുഹൃത്തുക്കൾ തരും സാറ്. ഇന്നൊരു ദിവസം സത്യം പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ക്ലിയർ അല്ലല്ലോ സാറേ. ക്ലിയർ അല്ലെങ്കിൽ അയച്ചു തരും കേട്ടോ. അല്ല, ഒന്നും ഇപ്പൊ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ആഴ്ച മുമ്പാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഞങ്ങള് യോഗയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. പരിപാടി കിട്ടിയിട്ടാണ് സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാമായി ചില ആളുകൾ പറയുന്ന ചില ഫീഡ്ബാക്കാണ് നിങ്ങൾ കേട്ടത്. സോ ഒരിക്കൽ കൂടി പറയുന്നത്, നമ്മൾ ഒരു മാസം നമ്മൾ ടെൻഷനിലും പ്രശ്നങ്ങളിലുമായി ജീവിക്കുകയാണെങ്കിൽ അത്രത്തോളം നമ്മുടെ ആയുസിനെ അത് ബാധിക്കും, നമ്മുടെ വരുമാനത്തെ അത് ബാധിക്കും, നമ്മളെ എല്ലാത്തിനെയും അത് ബാധിക്കും. അതുകൊണ്ട് ഒരു ദിവസം നേരത്തെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് അത്രയും നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയും സമയം ഈ ഒരു പ്രോഗ്രാമിൽ ചോദിച്ചോളൂ. ആരെങ്കിലും ചോദിക്കുന്നു? ഓക്കെ, അപ്പൊ ഇത് തന്നെ പറഞ്ഞോ സാറേ. എനിക്ക് പറയാനുള്ളത്, മനുഷ്യൻ മാത്രമാണ് സംശയത്തിന്റെ കൂടാരത്തിൽ അന്തി ഉറങ്ങുന്നത്. മറ്റൊരു ജീവജാലങ്ങളും സംശയത്തിൽ അന്തി ഉറങ്ങുന്നില്ല. കാരണം മനുഷ്യന് മാത്രമേ വിവേചന ബുദ്ധി ഉള്ളൂ. ആ വിവേചന ബുദ്ധി ഉപയോഗിച്ച് അവനെ സ്വയം തിരിച്ചറിയാനും അവന്റെ വൈകാരികതയെ അവന് ഉതകുന്ന രീതിയിൽ കൊണ്ടുവരാനും ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഏതാണ്ട് 4 മാസത്തെ സന്തത സഹചാരിയായിട്ട് ഹാപ്പി പാർക്കിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു എളിയവനാണ് ഞാൻ. മൈൻഡ്ഫുൾനെസ് കോഴ്സിൽ പങ്കെടുത്തു. ഇപ്പൊ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നമ്മുടെ NFT-യിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ദിവസവും മെഡിറ്റേഷനിലും പങ്കെടുക്കുന്ന ഒരാൾ. സംശയങ്ങൾ ഒത്തിരി പേർക്കുണ്ടാകാം. കാരണം അത് അനുഭവങ്ങളിലൂടെ വരുമ്പോൾ മാത്രമേ അവർക്ക് വിശ്വസിക്കൂ. ഇനി എത്ര അനുഭവങ്ങൾ പങ്കിട്ടാലും അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ലഭ്യമായാലും ഒരു കൂട്ടർ എന്നും സംശയാലുക്കളായിരിക്കും. അത് അവരുടെ തെറ്റല്ല.
കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡിന്റെ അല്ലെങ്കിൽ ബ്രെയിൻ അവര് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ബാക്കി തുകയാണ് ആ സംശയം. സംശയങ്ങൾക്ക് മേൽ സംശയങ്ങൾ നിലനിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളോട് തിരിച്ചറിയുക എന്നുള്ളതാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു പ്രഭാഷണത്തിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാന്ത്രിക ചെപ്പ് തുറന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സന്തത സഹചാരികളായിരിക്കുന്ന അല്ലെങ്കിൽ പുതിയതായി ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ സാധാരണ ലെവലിൽ ഇപ്പോൾ പഴയതുപോലെയല്ല. ഏതൊരു പ്രോഗ്രാമിലാണെങ്കിലും പബ്ലിക് മീറ്റിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഏത് സംഘടനയോ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളോ മറ്റുള്ളവർ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും അത് കേൾക്കാൻ ആളുകൾ വളരെ കുറവാണ്. അവിടേക്ക് ആളുകളെ എത്തിക്കാൻ അവർ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് പ്രോഗ്രാമിനോടൊപ്പം ഭക്ഷണം ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ പ്രോഗ്രാം കേൾക്കാനും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും അവിടെ നിന്ന് നല്ലത് തിരിച്ചറിയാനും തിരിച്ചെടുക്കാനും ചീത്തയെ തള്ളിക്കറഞ്ഞു പോകാനും ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഉണ്ടെങ്കിലും കുറച്ച് ആളുകൾ വരുന്നത് എപ്പോഴും ഭക്ഷണത്തിലേക്കായിരിക്കും. ആ ഭക്ഷണം അവർക്ക് അവിടെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഇതൊന്ന് അവസാനിച്ചാൽ മതി, ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങാമല്ലോ എന്നുള്ള ഒരു ധാരണയാണ്. അതേ സമയത്ത് ആശയങ്ങൾ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും നമ്മൾക്ക് ഒരു ഡൈവേർഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നടക്കുന്ന പ്രോഗ്രാമിൽ അതിൻ്റെ അന്തസത്തയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഇൻവോൾവ്മെന്റ് ആയി, ഈ ഭക്ഷണമൊന്നും ഒരു പ്രശ്നമല്ല, ഭക്ഷണം പിന്നീടാകട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാരണം, ഇത് ഒരു ദിവസത്തെ ഭക്ഷണമല്ല. ഹാപ്പി പാർക്കിൽ നിരന്തരം സന്തത സഹചാരിയായി സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇവിടെ കരീം സാർ വിളമ്പി തരുന്ന ഈ കാര്യം ഒരു ദിവസത്തെ ഭക്ഷണമല്ല. അടിയുറച്ച ആത്മാർത്ഥതയോടുകൂടി പറയാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ ഭാവിയെ നല്ല രീതിയിൽ സുതാര്യമായി നല്ലൊരു ലൈനിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന വിഭവസമൃദ്ധമായ എന്നത്തേക്കും വേണ്ടിയുള്ള ഒരു സദ്യയാണ് അദ്ദേഹം ഇവിടെ ഒരുക്കുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എതിർദിശയിൽ വരുന്ന ഒരാൾക്ക് ഒരു വഴി വേണമെങ്കിൽ അപ്പുറത്തു നിന്നും വരുന്നയാള് ആ നേർവരയിൽ അല്ലെങ്കിൽ ആ വരമ്പിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി നിന്നാൽ മാത്രമേ മറ്റൊരാൾക്ക് അപ്പുറത്തേക്ക് കടന്നു വരാൻ കഴിയും. നമ്മുടെ എതിർദിശയിൽ വരുന്നയാള് ഒരു മോശപ്പെട്ട ആളാണെങ്കിൽ, വാശിയുള്ള ആളാണെങ്കിൽ, വൈരാഗ്യമുള്ള ആളാണെങ്കിൽ അയാളുടെ മനസ്സിൽ തോന്നുന്നത്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കടന്നു വരുമ്പോൾ ഞാൻ എന്തിനാണ് ഇറങ്ങി നിൽക്കുന്നത്, ആ വന്നയാള് വേണമെങ്കിൽ ഇറങ്ങി നിൽക്കട്ടെ എന്നൊരു മനോഭാവം സ്വീകരിച്ചാൽ അവിടെ വഴി തടസ്സപ്പെടും. ഒരാൾ ക്ഷമയോടുകൂടി താഴത്തേക്ക് ഇറങ്ങി നിന്നാൽ മറ്റേ ആൾക്ക് സുതാര്യമായി കടന്നു പോകാം, മറ്റൊരാൾക്കും സുഖമായി ആ ദിശയിലൂടെ സഞ്ചരിക്കാം. ഈ പാഠമാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ കാര്യത്തിൽ നമുക്ക് വേണ്ടത്. സംശയങ്ങളുണ്ടാവുക, ആ സംശയങ്ങൾക്കെല്ലാം ലോകത്ത് എവിടെയെങ്കിലും ഒരു കോഴ്സിന് 100% ഗ്യാരണ്ടി കൊടുക്കുന്നതുണ്ടോ? ചില ജുവലറികളുടെ പരസ്യങ്ങളിൽ കേൾക്കാം 100% ഗ്യാരണ്ടി, BSI ഹോൾമാർക്ക് സ്വർണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്യാറുണ്ട്. അല്ലാതെ ഒരു കോഴ്സിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അതിന്റെ മുഴുവൻ റിസൾട്ടും 100% ഗ്യാരണ്ടിയോടുകൂടി നൽകും എന്ന് പറയുന്ന എൻ്റെ ജീവിത സാഹചര്യം, ഒട്ടേറെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് അല്ലെങ്കിൽ സംഘടനാപരമായി ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാള് എന്ന നിലയ്ക്ക് നിസ്സംശയം ഞാൻ പറയും, മറ്റൊരു സ്ഥലത്ത് നിന്നും ഈ ഗ്യാരണ്ടി കിട്ടുകയായി. ഈ ഗ്യാരണ്ടി പറയുന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ വർഷങ്ങളായി ഇതിനോടൊത്ത് സഹകരിക്കുന്ന സഹയാത്രിയുടെ ഫീഡ്ബാക്കിൽ നിന്നാണ് അദ്ദേഹം ഇത് പറയുന്നത്. എനിക്കറിയാം, ഞാൻ ഒരുപാട് സംഘർഷങ്ങളിലൂടെയാണ് ഹാപ്പി പാർക്കിലൂടെ ഓരം ചേർന്ന് വന്നത്. പക്ഷെ എനിക്കും ആദ്യകാലത്ത് സംശയങ്ങളുണ്ടായിരുന്നു. ഞാൻ കരീം സാറിനോട് തന്നെ അത് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് ഓരോ കോഴ്സിലും ഓരോ മെഡിറ്റേഷനിലും എല്ലാ ദിവസത്തെ വിസ്റ്റമും എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായി എൻ്റെ മാനസിക സംഘർഷം എന്നെ അടിമപ്പെടുത്തുന്നത് എൻ്റെ ജീവിതത്തെ, എൻ്റെ എല്ലാ തരത്തിലുള്ള മാനസികമായ വിഷമങ്ങളെ, രോഗങ്ങളെ, അതുപോലെ സാഹചര്യങ്ങളെ, സാമ്പത്തികമായ പ്രശ്നങ്ങളെ,
എല്ലാം തടസ്സപ്പെടുന്നത് എൻ്റെ മനസ്സിന്റെ നിയന്ത്രണം എൻ്റെ കയ്യിലല്ല, വേറെ ആരോ എന്നെ നിയന്ത്രിക്കുന്നത് കണ്ടാണ് എനിക്ക് ഈ അവസ്ഥയിൽ സഞ്ചരിക്കേണ്ടി വന്നത് എന്ന് ഞാൻ സ്പഷ്ടമായി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, തീർച്ചയായും നമ്മൾക്കിതൊരു സുവർണ അവസരമാണ്. ഇതുപോലെ നിത്യവും നമുക്ക് വേണ്ടി ഇതുപോലെ ക്ലാസ് സംഘടിപ്പിച്ച് നമ്മളെ ബോധവൽക്കരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കടപ്പെട്ടിരിക്കും. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരുപാട് ചെലവഴിച്ച് ഞാൻ നേടിയ വിദ്യ ഞാൻ തന്നെ കയ്യിൽ സൂക്ഷിച്ചിട്ട് എന്ത് കാര്യം, അത് നിങ്ങളിലേക്ക് പകർന്നു തരികയും നിങ്ങൾ ആർജിച്ചതിന് ശേഷം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു നിസ്വാർത്ഥ സേവനമാണ്. മറ്റുള്ളവർ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരത് അവരുടെ കയ്യിൽ സൂക്ഷിച്ച് അവരുടെ താക്കോലിട്ട് പൂട്ടിവെക്കും. പക്ഷെ അവരറിയുന്നില്ല, അത് പുറത്തേക്ക് വിട്ടാൽ മാത്രമേ ആ ആർജിച്ച വിദ്യക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ നമുക്ക് വളരെ അനുഭവ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കരീം സാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വസിക്കുക എന്ന് മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് പ്രയോജനം കിട്ടും. ഏതു കാര്യത്തിനും ഏതൊരു സമയത്തും സംശയം ചോദിച്ചാൽ അതിന് അതേ സ്പോട്ടിൽ തന്നെ നമുക്ക് മറുപടി കിട്ടും എന്നുള്ളത് തന്നെ ഞാൻ ആലോചിക്കട്ടെ, ഒന്ന് റെഫർ ചെയ്യട്ടെ എന്നൊന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ സംശയാലുക്കളെ സംബന്ധിച്ചിടത്തോളം എന്നും സംശയാലുക്കളായിരിക്കും. അത് നമ്മൾ അതിനെ സംബന്ധിച്ച് വരിയിടാവേണ്ട കാര്യമില്ല. ഏതായാലും ഇത്ര ആളുകൾ സംബന്ധിക്കുന്നുണ്ട്, അവർക്കെല്ലാം ഈ നീണ്ടു നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. ഞങ്ങളെല്ലാം ഓഫ്ലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത ഒട്ടേറെ ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അവരോടും അന്ന് കണ്ട അനുഭവങ്ങളും അവിടെ ഞങ്ങൾ സ്വീകരിച്ച ആ സാഹോദര്യവും സഹവർത്തിത്വവും ഞങ്ങൾക്ക് കിട്ടിയ ഒട്ടേറെ അറിവുകളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഞങ്ങളെ ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആരും സംശയിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ കരീം സാറിനോട് ബന്ധപ്പെടാം, നമുക്ക് സംശയം നിവർത്തി നേടാം. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ പാതയിലൂടെ നമുക്ക് നിസ്സംശയം സഹവർത്തിത്വത്തോടെ സാഹോദര്യത്തോടെ ഒരൊറ്റ കുടുംബം എന്ന നിലയ്ക്ക് ഹാപ്പി പാർക്ക് ഒരൊറ്റ കുടുംബമാണ്. ആ കുടുംബത്തിനോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ശുഭരാത്രിയെ കൂടി നേരുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഈ ഒരു ഓൺലൈൻ സെഷൻ ഇനി 8 മാസം കഴിഞ്ഞിട്ട് നടത്താനേ ഇനി പറ്റൂ. കാരണം ഓൺലൈൻ സെഷന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, എല്ലാം ഉണ്ടാവും. ഇങ്ങനെ ഒരു സെഷൻസ് ഇനി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇനി 6, 7, 8 മാസം കഴിഞ്ഞേ പറ്റും. 2024 ജൂലൈ അത്രയും സമയം എടുക്കും. അതുകൊണ്ട് അതുവരെ നടക്കൂല ഓൺലൈൻ കോഴ്സ്. പിന്നെ ഓഫ്ലൈൻ ഉണ്ടാവും. പക്ഷെ ഓൺലൈൻ വേറെ തന്നെയാണ്, ഇതിന്റെ കണ്ടന്റ് ഒക്കെ വേറെ തന്നെയായിരിക്കും. അതുകൊണ്ട് നേരത്തെ പങ്കെടുത്ത ആളുകൾ ശരി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവും? ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം സാർ. ഹലോ സാർ. ഹലോ സാർ. സാർ, എനിക്ക് എന്ത് കാര്യം ചെയ്താലും എനിക്ക് ഭയങ്കര സംശയമാണ്. ഒരു സാധനം എടുക്കാൻ പോയാൽ അതെടുക്കണോ ഇതെടുക്കണോ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പോയാൽ ആ തീരുമാനം എടുക്കണോ അതോ ഈ തീരുമാനം എടുക്കണോ, അങ്ങനെ ഒരു ഡൗട്ടാണ്. അത് എനിക്ക് വളരെയധികം മാനസികമായി. മേഡം, ഈ സമയത്ത് ഞാൻ നിങ്ങളൊരു തീരുമാനം എടുപ്പിക്കാം. ഈ കോഴ്സിൽ അങ്ങ് ചേർന്നോളൂ. ഹലോ, ഞാന് ഒരു തീരുമാനം പറഞ്ഞുതരാ. ഈ കോഴ്സിൽ ചേർന്നോളൂ. യെസ്, ഞാനൊരു ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ. സ്മൈൽ മെഡിറ്റേഷൻ ഇന്ന് പങ്കെടുത്ത ആളുകൾക്ക് അയച്ചു കൊടുക്കണം. അവസാനം വരെ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഈ സ്മൈൽ മെഡിറ്റേഷൻ ഉണ്ട്, നമ്മുടെ ഒരു മ്യൂട്ട് ചെയ്ത് എല്ലാവരും ആ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് അയച്ചു തരും. ഒന്ന്. രണ്ടാമത്തത്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ബോഡിയിൽ ആൽക്കലൈൻ അടങ്ങിയ ഒരു ഫുഡ് അല്ലെങ്കിൽ ആൽക്കലൈൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പറയപ്പെട്ട വിസ്ഡങ്ങളും മനസ്സൊക്കെ തുറക്കുക. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഈ കുമ്പളങ്ങയും ശർക്കരയും കൂടി മിക്സാക്കി ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക ഇഷ്യൂസിനും അതൊരു സൊല്യൂഷനാണ്. അത് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക്
നൽകുന്നതാണ്. അതാണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ അത് പ്ലേ ചെയ്യിക്കാൻ സമയമല്ല, പക്ഷെ അതിന് പകരം നിങ്ങൾക്കത് അയച്ചു തരാം. ഒന്ന് സാറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ സാർ? പ്രതീക്ഷിച്ചത് വേറെ ആണെങ്കിലും തന്നത് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ്. സാറ് ഇന്ന് പറഞ്ഞ സത്യ ചെയ്തിട്ട് നല്ല മാറ്റം. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. സാറെ പ്രതീക്ഷിച്ച് ചോറായിരുന്നോ സാർ? ഷാജഹാൻ സാർ. ഓക്കെ, ബിരിയാണി നോക്കി സാറ് ഇന്ന് പറഞ്ഞ ശരിയാ. 2 വട്ടം ഞാൻ ചെയ്ത് നോക്കി, അത് ശരിയാ. ഓക്കെ ഓക്കെ, ശരി. ഹലോ ഹലോ, ഞാൻ വിചാരിച്ചു കുവൈറ്റിന്റെ ഗിഫ്റ്റ് വാങ്ങാൻ എങ്ങനെയാ വരിക? ഓക്കെ, സന്തോഷം. എല്ലാവർക്കും ഗിഫ്റ്റ് അയച്ചു കൊടുക്കാം സാർ. ഞാനിപ്പോ തന്നെ അത് അയച്ചു കൊടുക്കാം. നിങ്ങൾ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒന്ന് അയച്ചു കൊടുത്തോളൂ. ഒന്ന് വേണമെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തവർക്ക് എല്ലാവർക്കും അയച്ചു തരും. ഓക്കെ, ശരി, സന്തോഷം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ബദറുദ്ദീൻ സാറെ ഒന്ന് വൈൻഡപ്പ് ചെയ്തു, മൊത്തത്തിലൊന്ന് വൈൻഡപ്പ് ചെയ്തു. നമ്മുടെ 1 മന്ത് ഓൺലൈൻ കോഴ്സ് ഓഫ്ലൈൻ കോഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നടക്കുന്നത്. പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം റിസൾട്ട് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത, പരമാവധി നിങ്ങളെയുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ സൊല്യൂഷൻ കാണണം. ഇനി ഹാപ്പി പാർക്കിന് ഓൺലൈനിലൂടെ 9 മാസത്തോളം നിങ്ങളെ EFTയിലൂടെ ഓൺലൈനിലൂടെ സഹായിക്കാൻ കഴിയില്ല എന്ന് മുൻകൂട്ടി പറയുകയാണ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ജൂലൈയിലായിരിക്കും ഇതിന്റെ അടുത്ത ബാച്ച് വരുന്നത്. അതുവരെ നമുക്ക് ഈ പ്രോഗ്രാം നടത്താൻ കഴിയില്ല. ഇത്രത്തോളം കുറഞ്ഞ ഫീസിൽ കേരളത്തിൽ ചെയ്യുന്ന EFT കോഴ്സ് വേറെ എവിടുന്നും നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയില്ല. പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളെ നിങ്ങളെ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റൈറ്റപ്പിന് താഴെ അഡ്മിന്മാരുടെ നമ്പർ ഉണ്ടാകും. ആ നമ്പറിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ഇതൊരു വർക്ക് ഓറിയന്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്കൊരു നിശ്ചിത എണ്ണമാണ് നമ്മൾ എടുക്കുക. ആ കോട്ട കഴിഞ്ഞാൽ നമ്മൾ ആരെയും എടുക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഗൂഗിൾ പേ നമ്പർ വാങ്ങി പേ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഗിഫ്റ്റിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഗിഫ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഗ്രൂപ്പിന്റെ അഡ്മിനുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടിയ റൈറ്റപ്പിന്റെ താഴെ നമ്പർ ഉണ്ടാകും. അതിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മെഡിറ്റേഷന്റെ ഗിഫ്റ്റ് അയച്ച് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ രാവിലെ മെഡിറ്റേഷൻ ക്ലബിൽ എല്ലാവരും പങ്കെടുക്കുക. ഈ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇവിടെ 1-2 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് സാർ. അവരൊന്ന് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നേരത്തെ കുഞ്ഞഹസൻ സാറ് പറഞ്ഞതുപോലെ ഇത് മിസ്സാക്കാതിരിക്കുക. എത്രത്തോളം നമ്മൾ വൈകി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ലൈഫിൽ ലോസസ് ഉണ്ടാവും. സോ ഈ ലോസസ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും. ഇൽനെസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെൽനെസ്സിലോട്ട് പോകാൻ വലിയ ചെലവില്ല. പക്ഷെ ഇൽനെസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ചെലവായിട്ട് മാറും. അപ്പൊ അതിനു മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്ന് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഷാജഹാൻ സാർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.